സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വർക്ക് ആൻഡ് ടൈം. വർക്ക് ആൻഡ് ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ആലോചിക്കും ഇതൊരു ഇക്വേഷൻ ബേസ് ചെയ്ത് AB/A+B ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ABC/AB+BC+AC ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ സാധാരണക്കാരുടെ ലോജിക്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ നമ്മളൊക്കെ വീട്ടിലുണ്ടാവുന്ന പല പല ജോലികളുണ്ട്. വീട്ടിൽ പെയിൻറ്റിങ് വർക്ക് കിടക്കും, ചിലപ്പോൾ എന്താണ് വീട്ടിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമതിലൊക്കെ നമ്മൾ കെട്ടാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഈ ഒരു ജോലികളെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വർക്ക് ആൻഡ് ടൈം എളുപ്പത്തിൽ പഠിക്കാം. അതായത് നമ്മുടെ നാട്ടിലും വീട്ടിലും നമ്മൾ കണ്ട ജോലികൾ എങ്ങനെ കണക്ട് ചെയ്യും. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ചുറ്റുമതിൽ കെട്ടുന്നത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പറമ്പുണ്ട്, വലിയൊരു പറമ്പാണ്. ഒരു 20 മീറ്ററാണ് ഈ പറമ്പിൽ കെട്ടുന്ന ചുറ്റും അല്ലേ മതിലിൻ്റെ നീളം. അതായത് 20 മീറ്റർ നിങ്ങൾക്ക് ചുറ്റുമതിൽ കെട്ടണം. ടോട്ടൽ ഒരു 20 മീറ്ററായിട്ട് ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ 2-3 ജോലിക്കാരെ വിളിച്ചു. 2-3 ജോലിക്കാരെ വിളിച്ചിട്ട് ഒരു ദിവസം എടുക്കുന്ന ജോലി നമ്മൾ എപ്പോഴും നോക്കില്ലേ. അതായത് ഇവർക്ക് കൂലി കൊടുക്കണം എന്ന് വിചാരിക്കുക. ഈ ചുറ്റും മതിലൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂലി കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് തീരുമാനിക്കും, പെട്ടെന്ന് ജോലി തീരണം. കാരണം നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും കൂലി കൂടിക്കൂടി അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കണക്കെടുക്കും. ഇപ്പം സപ്പോസ് ഒരു ദിവസം 4 മീറ്റർ ജോലി തീർത്തു. മതിലിൻ്റെ പണിയാണ് ഞാൻ പറയുന്നത്. 20 മീറ്റർ മതിൽ കെട്ടാനുണ്ട്, ഒരു ദിവസം 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. എത്ര ദിവസം കൊണ്ട് ഈ മതിൽ മൊത്തത്തിൽ കെട്ടി തീരും ഒന്ന് ആലോചിച്ച് നോക്കി. 20 മീറ്റർ, ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലല്ലെങ്കിൽ വീട്ടിൽ 20 മീറ്റർ മതിൽ പണി കെട്ടാനുണ്ട്. ഒരു 4 ജോലിക്കാർ വന്നു. ഇവരെല്ലാവരും കൂടി ഒരു ദിവസം 4 മീറ്ററേ കെട്ടുന്നുള്ളൂ. കുറേ പണി ഉണ്ടാവുകൊണ്ട് ഒരു ദിവസം 4 മീറ്റർ ആണെങ്കിൽ 20 തീർക്കണമെങ്കിൽ 5 ദിവസം വേണ്ടേ. കാരണം എന്തുകൊണ്ടാണ്, ഇങ്ങനെ 5 ദിവസം 4 മീറ്റർ വെച്ച് ചെയ്യുമ്പോൾ 20 ആവും. അപ്പോൾ ഈ ഒരു ബേസിക് ലോജിക്ക് മാത്രം മതി. ഏത് ബേസിക് ലോജിക്കാണ്? ഒരു ദിവസത്തെ കണക്ക് നമ്മൾ എപ്പോഴും അറിയും, ആകെ എത്ര ജോലി ഉണ്ട് അത് പറയണം. 20 മീറ്റർ തീർക്കാൻ ഒരു ദിവസം 4 ആണെങ്കിൽ അടുത്ത ദിവസം 8, 12, 16 ഇങ്ങനെ പോവും. 20 ആവും 5 ദിവസം കൊണ്ട്. 1, 2, 3, 4, 5 4 വെച്ച് ചെയ്യുന്നത് 20 ആവും. അപ്പോൾ ഈ ഒരു കണക്ക് നമ്മൾ എപ്പോഴും അറിയണം. ഒരു ദിവസത്തെ കണക്കും ആകെ ജോലി അറിയണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി 15 ദിവസം കൊണ്ടും, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്. ഒരു ജോലി 15 ദിവസം കൊണ്ടും B 10 ദിവസം കൊണ്ടും ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. B 10 ദിവസം കൊണ്ടും ചെയ്തും അതേ ജോലി Aയും Bയും അല്ലെ ഒരുമിച്ച് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇവർ ഒരുമിച്ച് ജോലി തീർക്കുകയാണ്. എത്ര ദിവസം കൊണ്ട് ജോലി തീരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ആകെ ജോലി നമുക്കിവിടെ അറിയണം. ആകെ ജോലി നമുക്കറിയണം. അപ്പോൾ ഞാൻ എന്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് ഒരു പെയിൻറ് പണിക്കാരനായിട്ട് ആലോചിക്കുന്നത്. A എന്ന് പറഞ്ഞ ഒരു പെയിൻറ് പണിക്കാരുണ്ട്. വേറൊരാളുണ്ട് B എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇവരെല്ലാവരും കൂടി എന്താണ് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റൂം പെയിൻറ് ചെയ്യാൻ, ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് റൂമുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ജോലി ചെയ്യാൻ ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ എത്ര റൂം ഉണ്ടെന്നൊരു കണക്ക് കൊടുത്തു. അപ്പോൾ A എന്നുള്ള പെയിൻറ് പണിക്കാരോട് ചോദിച്ചപ്പോൾ A പറഞ്ഞു എന്താണ്, ഞാൻ 15 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. B എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട്. ശരിക്കും ആരാ നല്ല ആള്? ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആളാരാണ്? B ആണ്. കാരണം ആകെ ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. A എന്ന് പറഞ്ഞ വ്യക്തി 15 ദിവസം കൊണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാര്യം എന്താ വരുന്നത്, ആകെ ജോലി ഞാനിവിടെ എന്തെടുക്കുന്നു, ആകെ ജോലി 30 റൂമുകൾ എടുക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തു ഇവിടെ ആകെ 30 റൂമുണ്ട്. നമ്മളിവിടെ മതിൽ പണി വേണേൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എന്താ എടുത്തു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ പെയിൻറ് പണിക്കാരുണ്ടാവും. ഒരാൾ 15 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യും, മറ്റാൾ 10 ദിവസം കൊണ്ട്. ആകെ 30 എങ്ങനെ കിട്ടി? ഈ 10, 15ന്റെ LCM ആണ് 30. എപ്പോഴും ആകെ ജോലി നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ, LCM ഈസ് എ ടോട്ടൽ വർക്ക് എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ LCM ആണ് ആകെ ജോലി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആകെ ജോലി കിട്ടി. ഇനി ഒരു ദിവസത്തെ കണക്കാണ് നമുക്കറിയേണ്ടത്. ഒരു ദിവസം എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് അറിയേണ്ടത് ഒരു ദിവസം എന്ത് ചെയ്യും എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ 30 റൂം A ഒറ്റയ്ക്കാണ് ചെയ്യുക 15 ദിവസം കൊണ്ട്. ഈ 30 റൂം B ഒറ്റയ്ക്കാണ് 10 ദിവസം കൊണ്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു B ആണ് ഉഷാർ, കാരണം 30 റൂം 10 ദിവസം കൊണ്ട് തീർക്കും. Aനെക്കാട്ടിലുള്ളൂ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ദിവസത്തെ കണക്ക് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 റൂം പെയിന്റ് അടിക്കാൻ Aക്ക് 15 ദിവസം വേണ്ടേ?
30 റൂം പെയിന്റ് അടിച്ച് തീർക്കണം. വർക്കാണ്, പെയിന്റ് പണിക്കാരനാണ്. അപ്പോൾ 30 റൂം പെയിന്റ് അടിക്കാൻ എക്ക് 15 ദിവസം എടുക്കുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 റൂമാണ്, 2 മുറിയുടെ പെയിന്റ് കഴിയും. 2 മുറി പെയിന്റ് തീർത്തും. എങ്ങനെയാണ്? അപ്പോഴല്ലേ 15 ദിവസം കൊണ്ട് 15 2 30 ആവുള്ളൂ. അതേപോലെ തന്നെ ബിക്ക് 10 ദിവസം കൊണ്ട് 30 ചെയ്യാം. ബിക്ക് 10 ദിവസം കൊണ്ട് 30 ചെയ്യാം. ആലോചിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ബിക്ക് 10 ദിവസം കൊണ്ട് 30 ചെയ്യാമെങ്കിൽ ഒരു ദിവസം 3 റൂമാണ്, ഒരു ദിവസം 3 റൂമാണ്. ബി എ അല്ലേ 2 റൂമാണെങ്കിൽ ബി 3 റൂമാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കി, ആകെ എത്ര ചെയ്യും വരും? ഒരു ദിവസം ആകെ 5 റൂമാണ്. ഒരു ദിവസം ആകെ 5 മുറിയുടെ പെയിന്റിങ് തീർക്കും. 5 റൂമിന്റെ പെയിന്റിങ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവർ. നമ്മൾ വന്ന് നോക്കി വൈകുന്നേരം. ശരിക്കും എത്ര ദിവസം കൊണ്ടാണ് ഈ 30 തീരുക? ഇവർ ഒരുമിക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് 4 ദിവസം കൊണ്ടാണോ 5 ദിവസം കൊണ്ടാണോ 6 ദിവസം കൊണ്ടാണോ എന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ 30 ആവുക എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ആൻസർ എന്താ വരിക? 5 റൂം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം 10 ആയില്ലേ, 3 ദിവസം 15, ഇങ്ങനെ വന്നിട്ട് 30 ആവാൻ 6 ദിവസം എടുക്കും. അപ്പോൾ ഒന്നുകൂടി കണക്ട് ചെയ്ത് പറയാം. ആകെ ജോലി LCM കിട്ടി, ഒരു ദിവസത്തെ കണക്ക് നമ്മൾ എടുത്തു. ഒരു ദിവസം എന്ന് പറയുന്നത് എ ഒറ്റയ്ക്ക് 15 ദിവസം കൊണ്ട് 30 തീർക്കും. 15 ദിവസം കൊണ്ട് 30 തീർക്കണ എ ഒരു ദിവസം 2 റൂമാണ്. ബി 10 ദിവസം കൊണ്ടാണ് ഈ 30 തീർക്കുക. അപ്പോൾ ഒരു ദിവസം 3 റൂം. അപ്പോൾ 2 3 വൈകുന്നേരം ആയപ്പോൾ ഇവർ 5 റൂം പെയിന്റ് അടിച്ച് തീർത്തു. ഒരു ദിവസമാണോ ഞാൻ പറഞ്ഞത്? ഒരു ദിവസം 5 തീർക്കണ ഈ ഒരു ടീമാണ്, 2 പേരും കൂടി ടീമായിട്ടാണ്. ഈ ടീമിന് എത്ര ദിവസം കൊണ്ട് 30 തീർക്കാം എന്ന് ചോദിച്ചാൽ ആൻസർ 6 ആണ്. ഇത് വേണമെങ്കിലൊക്കെ നമുക്ക് LCM മെത്തേഡിൽ അതൊക്കെ ചെയ്തു നോക്കാം. പക്ഷേ നിങ്ങൾ ഒരാൾ വന്നിട്ട് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ കേസിൽ ഇത് പഠിച്ചു വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കേണ്ടത് ആകെ റൂം LCM മെത്തേഡാണ്. ഒരു ദിവസം എന്താ കണക്ക് അതും പഠിച്ചു വെക്കുക. ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമാണ്. നമുക്കെന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ പാറ്റേണിൽ വരുന്നുണ്ട്. 3 പേരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് എ ഒരു ദിവസം അല്ലെങ്കിൽ എ ഒരു ജോലി 6 ദിവസം കൊണ്ടും ബി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? 2 പേരും കൂടി ഒരുമിച്ചുള്ള കേസാണ്. 6 12. ഞാനിവിടെ ആകെ റൂമിൻ്റെ എണ്ണം 12, LCM 12 ആണ്. 12 റൂം ഈ ഒരു ബിൽഡിങ്ങിൽ ഇവർക്ക് പെയിന്റ് അടിക്കാനുണ്ട്. ഏറ്റവും ബെസ്റ്റ് പെയിന്റ് പണിക്കാരനാരാണ്? എ ആണോ ബി ആണോ? 6 ദിവസം കൊണ്ട് തീർക്കുന്ന ആളാണോ 12 ദിവസം കൊണ്ട് തീർക്കുന്ന ആളാണോ? എ അല്ലേ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ. കാരണം എന്താണ്? എ എന്ന് പറയുന്നത് ഈ 12 റൂം 6 ദിവസം കൊണ്ട് തീർക്കും. 12 റൂം 6 ദിവസം കൊണ്ട് തീർക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെസ്റ്റ്. ഇയാൾ കുറച്ച് മോശമാണ്. കാരണം 12 റൂം 12 ദിവസം കൊണ്ട് തീർക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ദിവസത്തെ കണക്കാണ്. ഒരു ദിവസം ഇവരൊക്കെ എന്തൊക്കെ ചെയ്യും? വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ മേസ്ത്രിയാണോ? നിങ്ങളൊക്കെ മേസ്ത്രിയാണ്, നോക്കി നിൽക്കുന്ന ആളാണ്. നിങ്ങളെ പണിക്ക് എയും ബിനെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ സമയത്ത് എ 6 ദിവസം കൊണ്ടാണ് 12 തീർക്കുക. 6 ദിവസം കൊണ്ട് 12 തീർക്കുമ്പോൾ ഒരു ദിവസം 2 റൂമിൻ്റെ പെയിന്റിങ് കഴിയും. അങ്ങനെയല്ലേ? 6 ദിവസം കൊണ്ട് 12. ശരിക്കും എങ്ങനെ ഇവിടെ വരുന്ന നമ്പർ എങ്ങനെ എടുക്കാം? എത്ര ഗുണിച്ചാൽ 12 ആവും? അങ്ങനെ എടുത്താൽ മതി. 6 2 12 അല്ലേ? ശരിയാണ്. ഈ 12 എത്ര ഗുണിച്ചാൽ 12 ആവും? 12 × 1 12. അതായത് എ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദിവസം 2 റൂം പെയിന്റ് അടിക്കുമ്പോൾ പി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദിവസം 1 റൂം പെയിന്റ് അടിക്കുള്ളൂ. അതെങ്ങനെ കിട്ടി? 6 2 12, 12 1 12. അങ്ങനെ ആലോചിച്ചാൽ മതി. കുറച്ചുകൂടി എളുപ്പമാണ്. ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ എളുപ്പം എന്താണ്? 6 ദിവസം കൊണ്ട് 12 ചെയ്യുന്ന ആള് ഒരു ദിവസം കൊണ്ട് 2. അങ്ങനെ ആലോചിക്കാം അല്ലേ? 6 2 12 അങ്ങനെ ആലോചിക്കാം. ആകെ 2 1 3 റൂമാണ് ഒരു ദിവസം. അപ്പോൾ 6 2 12, 12 1 12, 2 1 3 റൂം ഒരു ദിവസം. നിങ്ങൾ വന്ന് നോക്കി, വൈകുന്നേരമായി, നിങ്ങൾ കൂലിയൊക്കെ കൊടുക്കാൻ നേരത്തെ നോക്കിയാ 3 റൂം ഒരു ദിവസം കൊണ്ട് തീർത്തു. 3 റൂം ഒരു ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ ഈ ഒരു 12ക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇവർ ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് തീരുമാന ചോദ്യം? ഇവർ ഒരുമിച്ചാൽ 4 ദിവസം കൊണ്ട് തീരും. കാരണം എന്താണ്? 3 4 12 ആവും. അതായത് ഒരു ദിവസം 3 ചെയ്യണ ഈ ടീമിന് എത്ര ദിവസം കൊണ്ട് ചെയ്താൽ ഈ 12 ആവും? ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ടാവും? 3 ചെയ്യണ ആൾക്ക് 4 മതി. 3 4 12. അപ്പോൾ ആകെ ടോട്ടൽ ഡേയ്സ്, ഹൗ മെനി ഡേയ്സ്? ആകെ മൊത്തം ടോട്ടൽ എത്ര ദിവസം വേണം? 4 ദിവസം എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. വളരെ പെട്ടെന്ന് വിടാണ് നമ്മൾ ഇനി അടുത്ത ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്? 2 പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണാം. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ അവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും? അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 30. ക്വസ്റ്റ്യൻ കാണാമല്ലോ. ബി എന്ന് പറയുന്നത് ഇവിടെ 20. ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും ചോദിച്ചാൽ ആകെ റൂമുകളുടെ എണ്ണം 20, 30 LCM എത്രയാണ്? 20ൻ്റെയും 30ൻ്റെയും LCM ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് 60. ഒരു ദിവസത്തെ കണക്ക് നമ്മളെടുത്തു. ഒരു ദിവസം എന്ത് ചെയ്യും? 30 ദിവസം കൊണ്ട് 60 ആക്കണ ചെയ്യുന്ന ആളാണ്. 30 ദിവസം കൊണ്ടാണ് 60 ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അയച്ചാൽ മതി, ഇവിടെ എത്ര ഗുണിച്ചാൽ 60 ആവും? 30 2 60 ആവും. 20 എത്ര ഗുണിച്ചാൽ 60 ആവും? 20 3 60. അങ്ങനെ ആലോചിക്കാം. 30 ദിവസം കൊണ്ട് 60 തീർക്കുകയാണ് കേട്ടോ, മനസ്സിലാക്കുക. 30 ദിവസം കൊണ്ട് 60 തീർക്കുകയാണ്. ഒരു ദിവസം 2 റൂം. 20 ദിവസം കൊണ്ട് 60 ആണ്. 20 ദിവസം കൊണ്ട് 60 ആണ്. ഒരു ദിവസം 3 റൂം. 2 3 5 റൂം തീർത്തു. ഈ 5 റൂം ടീമായിട്ടാണ്, ഒറ്റയ്ക്കുള്ളതല്ല. ഇവർ ഒരുമിക്കുമ്പോൾ ഒരു ദിവസം 5 റൂം തീർത്തു. 5 റൂം ഒരു ദിവസം കൊണ്ട് ഇവർ തീർത്താൽ എത്ര ദിവസം കൊണ്ട് 60 ആവും? എത്ര ദിവസം കൊണ്ട് 60 ആവും? ആലോചിച്ച് നോക്കി. 30 2 60, 20 3 3 60 ഒക്കെ ശരിയാണ്. 2 3 5 റൂം തീർത്താൽ ആകെ എത്ര ദിവസം കൊണ്ട് 60 ആവും എന്ന് ചോദിച്ചാൽ ഇതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ. 5 ഇൻറ്റു എത്ര? 60. 5 ഇൻറ്റു 12 ദിവസം കൊണ്ട് ഇവർ ഒരുമിച്ച് ആ ജോലി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് 2 3 ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ABC ചെയ്ത് നോക്കാം. 3 പേര് ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇവിടെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതേപോലെ 3 ആളുകളാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 2 പേരുടെയാണ്. ഇനി 3 പേരുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും ഒരു ജോലി 30 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും സി 10 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ 3 പേരും ആ ജോലി ഒരുമിച്ചാൽ ക്വസ്റ്റ്യൻ അല്ലേ ആകെ 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? തീർന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഒരുമിക്കുകയാണ്, ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് പറയുന്നത്. 30 15 LCM വലിയ നമ്പർ 30 ആണ്. 30 ബാക്കിയൊക്കെ പോവും. ആകെ റൂം എത്ര ഉണ്ട്? ആകെ മുറികളുടെ എണ്ണം, ആകെ റൂം എന്ന് പറയുന്നത് 30 റൂമുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യണ ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്കി. ഒരു ദിവസം 30 1. കാരണം എന്താണ്? 30 1 30 തന്നെയാണ്. 30 ദിവസം കൊണ്ട് 30 റൂം തീർക്കും. ഒരു ദിവസം കൊണ്ട് 1 തീർക്കും. അതാണ് പോയിന്റ്. 30 ദിവസം കൊണ്ട് 30 തീർക്കുന്ന വ്യക്തി ഒരു ദിവസം കൊണ്ട് 1 തീർക്കും. 15 ദിവസം കൊണ്ട് 30 തീർക്കെങ്കിൽ ഒരു ദിവസം 2. കാരണം 15 2 30 ആണ്. 10 3 30 ആണ്. ഇത് പ്ലസ് ചെയ്താൽ വളരെ എളുപ്പമായി. എന്താണ്? ഒരാൾ 1 റൂമും മറ്റയാൾ 2 മറ്റയാൾ 3. ഇങ്ങനെയാണ് അവർ തീർത്ത് പോകാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം 1, മറ്റയാൾ 2 റൂം. ഒരുമിക്കുമ്പോൾ 3 2 5 അല്ലേ 6 റൂം ഒരു ദിവസം ചെയ്യുന്ന ഈ ടീമിന് എത്ര ദിവസം കൊണ്ട് 30 വേണം? എത്ര ദിവസം ചേർന്നാൽ 30 ആവും എന്നാണ് ചോദ്യം. എത്ര ദിവസം ചേർന്നാൽ 30 ആവും ചോദിച്ചു കഴിഞ്ഞാൽ 5 നോക്കി. 6 5 30 അല്ലേ? 5 ദിവസമാണ് ആൻസർ വരും. 6 × 5 30. ഇത്രയും വളരെ സിമ്പിളാണ്. ഇതിനാണ് നമ്മൾ ABC. എനിക്ക് ഇക്വേഷൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ABC ഇങ്ങനെ എന്തോ വെച്ചിട്ടാണ്. AB + BC + AC ഇങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണം? ABC ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. 30 × 15 × 10 ബൈ AB 30 × 15 പ്ലസ് BC 15 × 30 15 × 10 പ്ലസ് AC 30 × 10. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ 2 സെക്കൻഡ് കൊണ്ട് ചെയ്തത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അടുത്തത് 3 പേരുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 3 പേരുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാനിവിടെ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയാൽ മതി. സ്ക്രീനിലൊന്നും കാണിക്കില്ല. എനിക്ക് ഇപ്പോൾ കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കിട്ടിയ എൻ്റെ ഒരു മനസ്സിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. രാജു ഒരു ജോലി ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. രാജു ഒരു ജോലി 12 ദിവസം കൊണ്ടും അരുൺ അതേ ജോലി എഴുതി വെച്ചോളൂ. അരുൺ അതേ ജോലി 15 ദിവസം കൊണ്ടും വിപിൻ ആ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? രാജു ഒരു ജോലി 12 ദിവസം കൊണ്ടും അരുൺ 15 ദിവസം കൊണ്ടും വിപിൻ 10 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഇവർ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം മാത്രം ഫോർവേഡ് ചെയ്യുക. വീഡിയോ വേണം. ആകെ 60 LCM 60 മുറികളുണ്ട്. ഒറ്റയ്ക്കുള്ള നോക്കുന്നത് ഒരു ദിവസം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു ദിവസത്തെ പണി അറിഞ്ഞാൽ മാത്രമേ മൊത്തം തീർക്കാൻ എത്രയാണ് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഇവിടെ വരുന്നത് 12 5 60 അല്ലേ? 15 4 60. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാം. 10 6 60. എത്ര ഗുണിച്ചാലാവും? ഇതിപ്പോൾ തമ്മിൽ എത്ര ഗുണിച്ചാൽ ഇങ്ങോട്ട് കിട്ടും?
12 5 60, 15 4 60, 10 6 60 പ്ലസ് ചെയ്തു 6 4 10 5 15. ഒരു ദിവസം അല്ലേ, ഒരു ദിവസം ആകെ 15 ആണ്. ഒരു ദിവസം ആകെ 15 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 60 തീരും? ആ ചോദ്യം. ഒരു ദിവസം കൊണ്ട് ആകെ 15 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 60? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 15 ഗുണിച്ച് എത്ര ഗുണിച്ച് 60 ആവും? 15 4 ആണോ 3 ആണോ 2 ആണോ? 15 2 എന്തായാലും അല്ല. 15 4 60, 4 ദിവസം കൊണ്ട് ഇവർ ഒരുമിച്ചാൽ ഈ ജോലി തീർക്കും. ABC/AB+BC+AC ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം 4 ദിവസം കൊണ്ട് ഇവർ ഒരുമിച്ച് ഈ ജോലി തീർക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഈസി ആയിട്ടുള്ള മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നമുക്കൊരു മോട്ടിവേഷൻ, വെറുതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത ആളുകൾ പിന്നെ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും താഴെ ഒരു ഷെയർ ബട്ടൺ കൂടി ഉണ്ട്, നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ നമ്മൾ പറഞ്ഞു പരിപാടി ഗംഭീരമാകുമ്പോൾ നമ്മളെന്താ പറയുക, അല്ലെ ആൾ കൂടുമ്പോൾ പരിപാടി ഗംഭീരം എന്നൊക്കെ പറയുന്നത് അല്ലെ, സംഭാവന ഗംഭീരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവുന്നില്ല, അതല്ലേ നമ്മൾ പറയാം. അതേപോലെ ഇവിടെ നമ്മുടെ വ്യൂ കൂടുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. വ്യൂ കുറയും തോറും നമ്മളെ മോട്ടിവേഷൻ കുറഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യൂസ് എങ്ങനെ നമ്മളെ ഇത്രയും ഫ്രീ ആയിട്ടുള്ള കണ്ടന്റാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ തരുന്നുണ്ട്, ഓൾ കേരള മോഡൽ എക്സാം തരുന്നുണ്ട്. വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു 5000-6000 രൂപ ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാം ഈ കാര്യം. പക്ഷെ നമ്മളതൊക്കെ യൂട്യൂബിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അടുത്ത 3 ആളുകളുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ എക്ക് 2 ദിവസം വേണം കേട്ടോ. എക്ക് 2 ദിവസം വേണം, ബിക്ക് 3 ദിവസം വേണം, സിക്ക് 6 ദിവസം എന്നിങ്ങനെ വേണം. ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? അപ്പോൾ അത് നമ്മൾ ABC കിട്ടിയില്ലേ. LCM 6 ആണോ 12 ആണോ? 6. 6 3 2 പോകുമല്ലോ, 6 ആണ് LCM. ഇനി ഒരു ദിവസത്തെ കണക്ക്, 1 ഡേ വർക്ക്, ഒരു ദിവസത്തെ കണക്ക്. 2 എത്ര ഗുണിച്ചാൽ 6 ആവും? 2 3 6. 3 എത്ര ഗുണിച്ചാൽ 6 ആവും? 3 2 6 1 6. അപ്പോൾ ശരിക്കും നോക്കി 2 3 5 1. ഒരു ദിവസം ആകെ റൂമിൻ്റെ എണ്ണം എത്രയാണ്? 6. ഈ വീട്ടിൽ ആകെ 6 റൂമാണുള്ളത്. പെയിൻ്റ് അടിക്കാൻ കൊടുത്തു. എയും ബിയും സിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തൊക്കെ സംഭവമൊക്കെ റെഡി ആയി വന്നപ്പോൾ ഒരു ദിവസം ഞാനൊന്ന് കൂട്ടി നോക്കിയ സമയത്ത് 3 2 5 1 6 നോക്കിയേ, ഒരു ദിവസം കൊണ്ട് തന്നെ ആയല്ലോ. ഒരു ദിവസം കൊണ്ട് തന്നെ ജോലി തീർന്നു. ഇനി അങ്ങോട്ടില്ല. കാരണം എന്താണ്? ഒരു ദിവസം കൊണ്ട് 6 തീർന്നു. അപ്പോൾ പിന്നെ ജോലി തീർന്നു, അവർ പോയി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 2 3 ക്വസ്റ്റ്യൻ, 3ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ 2 ആളുകൾ ചെയ്തു. 3 ക്വസ്റ്റ്യൻ നമ്മൾ ABC 3 എണ്ണം വെച്ചിട്ട് ചെയ്തു. 4 എണ്ണം ഒന്നും ഉണ്ടാവാറില്ല. ഇനി നമ്മൾ അടുത്തൊരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. എയും ബിയും ഒരുമിച്ചും എ ഒറ്റയ്ക്കുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എയും ബിയും കൂടി ഒരു ജോലി 6 ദിവസം കൊണ്ട്. എയും ബിയും ഒരുമിച്ചിട്ടോ, ഒരുമിച്ച് ആയതിനെ പറയണ്ടേ, എയും ബിയും ഒരുമിച്ച് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എ ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് തീർക്കും. എ ഒറ്റയ്ക്കാണ് കേട്ടോ 10 ദിവസം കൊണ്ട്. എ ഒറ്റയ്ക്ക് 10 ദിവസം തീർത്താൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? ബി ഒറ്റയ്ക്ക് ഇവിടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയോ? ഇക്വേഷൻ യൂസ് ചെയ്യണം. ഒരു കാര്യമില്ല, ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യം. നമ്മളിവിടെ ഇക്വേഷൻ നമ്മൾ മറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും 6ഉം 10ഉം LCM എത്ര വരിക? 10 ആണോ? അല്ല, 10ൻ്റെ ഇരട്ടി 20 ആണോ? അല്ല, 30 LCM വരിക. നമ്മളിവിടെ ഒരു ദിവസത്തെ കണക്കെടുത്തിട്ടോ. ഒരു ദിവസം എയും ബിയും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ദിവസം എയും ബിയും കൂടി ചേർന്നിട്ട് 6 എത്ര ഗുണിച്ചാൽ 30 ആവും? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എയും ബിയും ചേർന്നിട്ടാണ് 5 ആവുന്നത്. ഒരു ദിവസം 5 റൂം ആര് പെയിൻ്റ് അടിക്കും? മനസ്സിലാക്കി. എയും ബിയും കൂടി ചേർന്ന് 5 റൂം പെയിൻ്റ് അടിക്കും. എ ഒറ്റയ്ക്ക് എത്ര ചെയ്യും നോക്കി? 10 3. 10 3. അതായത് ഒരു ദിവസം എ ഒറ്റയ്ക്ക് ചെയ്യുന്നത് 3 റൂമിൻ്റെ വർക്കാണ്. അപ്പോൾ ഒരു ദിവസം എ ഒറ്റയ്ക്ക് 3 റൂമിൻ്റെ വർക്ക് ചെയ്തു. എയും ബിയും 5 റൂമിൻ്റെ വർക്ക് ചെയ്തു. ആ ബി ഒറ്റയ്ക്ക് എത്രയായിരിക്കും ഒരു ദിവസം? ബി ഒറ്റയ്ക്ക്, എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബി ഒറ്റയ്ക്ക് ഒരു ദിവസം എൻ്റെ ചോദ്യം. അത് ഇന്ന് കിട്ടും നോക്കി. എയും ബിയും ഒരു ദിവസം 5 റൂം തീർത്തു. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ പോയിന്റ്. നമ്മൾ നേരത്തെ LCM മെത്തേഡ് ചെയ്ത പോലെ തന്നെയാണ്. എയും ബിയും ഒരുമിച്ച് കിട്ടിയല്ലോ ഈ 5. എയും ബിയും ഒരുമിച്ചുള്ളത് 5ന്ന് എനെ പതുക്കെ ഒഴിവാക്കി കഴിഞ്ഞു. എ ഒറ്റയ്ക്ക് 3 ആണെങ്കിൽ ഈ 5ൽ നിന്ന് 3 കുറയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്? എയും ബിയും കൂടി 5, എ ഒറ്റയ്ക്ക് 3. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യണ ജോലി, ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യണ ജോലി 2 അല്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കി. ബി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യണ ജോലി 2 ആണോ അല്ലേ? ഒന്ന് കൺഫ്യൂഷനിലാവുന്ന ആലോചിച്ച് നോക്കി. എയും ബിയും നിങ്ങൾ ആലോചിച്ച് നോക്കി. മനസ്സിലാക്കി, എയും ബി 2 ആൾക്കാരുണ്ട് ഒരു സ്ഥലത്ത്. ഇവർ ഒരുമിച്ച് പെയിൻ്റ് അടിക്കുന്നത് 5 റൂമാണ്. എ ഒറ്റയ്ക്ക് 3 റൂമാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാവുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബി ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് 2 റൂമാണ്. കാരണം എന്താണ്? ഈ 5-ൽ നിന്ന് 3 കുറയ്ക്കേണ്ടതാണ് ബി ഒറ്റയ്ക്ക് ചെയ്യണത്. അപ്പോൾ ബി ഒറ്റയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ബി ഒറ്റയ്ക്ക് ഒരു ദിവസം 2 റൂം പെയിൻ്റ് അടിക്കും. പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ദിവസം 2 റൂം പെയിൻ്റ് അടിക്കുന്ന ആള് എത്ര ദിവസം കൊണ്ട് 30 ആവും? പോയിന്റ് ഇവിടെ സിമ്പിൾ തന്നെയാണ്. ഒരു ദിവസം 2 ആണ് ബി ഒറ്റയ്ക്ക്, എത്ര ദിവസം കൊണ്ട് 30 ആവും? 15 ദിവസം കൊണ്ടല്ലേ 30 ആവും. ആൻസർ 15. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. എയും ബിയും 5. ബി ഒറ്റയ്ക്ക് എ ഒറ്റയ്ക്കാണല്ലേ, എ ഒറ്റയ്ക്ക് 3. ഇത് നമ്മൾ ബി ഒറ്റയ്ക്ക് എങ്ങനെ കണ്ടുപിടിക്കും? എയും ബിയും 5-ൽ നിന്ന് എയുടെ ഒഴിവാക്കിയ ബി ഒരു ദിവസം 2 അല്ലേ? ഒരു ദിവസം ബി 2 ആണെങ്കിൽ 30 തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ദിവസം 2 ആണെങ്കിൽ 15 ദിവസം കൊണ്ട് 30 തീരും. ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യനായിട്ട് എഴുതി വയ്ക്കുക. എന്തായാലും അരുണിനും വിമലിനും കൂടി ഒരു ജോലി 4 ദിവസം കൊണ്ട് തീർക്കാം. അരുണിന് മാത്രം, കൂടി പറയാം, അരുണിനും വിമലിനും ഒരു ജോലി 4 ദിവസം കൊണ്ട് തീർക്കാം. എഴുതി വെച്ചല്ലോ. അരുണിന് മാത്രമായി ആ ജോലി 12 ദിവസം കൊണ്ട് തീർക്കാം. അരുണിന് മാത്രമായി ആ ജോലി 12 ദിവസം കൊണ്ട് തീർക്കാം. എങ്കിൽ വിമലിന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാം? തീർക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. കൂടി പറയാം. എഴുതി വെച്ച ആളുകളുണ്ടാവും, എഴുതാത്ത ആളുകളുണ്ടാവും. എന്നാലും എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. അരുണിനും വിമലിനും ഒരു ജോലി 4 ദിവസം കൊണ്ട് തീർക്കാം. അരുണിന് മാത്രമായി ആ ജോലി 12 ദിവസം കൊണ്ട് തീർക്കാം. വിമലിന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നാണ് ചോദ്യം. LCM 4, 12-ൻ്റെ LCM 12 റൂമുണ്ട് അവിടെ. ഒരുമിച്ച് ചെയ്യുന്നത്, ഒറ്റ ദിവസമല്ലേ ഞാൻ പറഞ്ഞു, ഒരു ദിവസമാണ് കേട്ടോ. അരുൺ വിമൽ 4, 3, 12 നോക്കി. 4, 3, 12 അതായത് ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും. ആരൊക്കെയാണ്? അരുണും വിമലും 3 റൂം പെയിന്റ് അടിക്കും. ഒരു ദിവസം 3 റൂമാണ് അരുണും വിമലും പെയിന്റ് അടിക്കുക. അരുണ് മാത്രം ശരിക്കും നോക്കിയേ 12, 1, 12 നോക്കി. 12, 1, 12 അല്ലേ? അപ്പോൾ അരുൺ മാത്രമായിട്ട് ഒരു ദിവസം ഒരു റൂമാണ്. ഒരു ദിവസം ഒരു റൂം പെയിന്റ് അടിക്കും. അതിൽ ക്വസ്റ്റ്യൻ കൂടി പറയാം. അരുണും വിമലും ഒരു ദിവസം 3 റൂം. അരുണ് മാത്രമായി ഒരു റൂം. ഒരു റൂമാണ് പെയിന്റ് ചെയ്യുക. അപ്പോൾ 3-ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? വിമൽ മാത്രമായി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. അരുണിനും വിമലിനും നമ്മൾ പറഞ്ഞ പോയിന്റാണ്. അരുണിനും വിമലിനും ഒരു ജോലി 3 അല്ലെ, ഒരു ദിവസം 3 ചെയ്യാം. 3 റൂം. അരുണും വിമലും ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും. അരുൺ മാത്രമായി ഒരു ദിവസം ഒരു റൂം പെയിന്റ് അടിക്കും. അപ്പോൾ അരുണിനും വിമലിനും 3 റൂം പെയിന്റ് അടിക്കാം. അരുണിന് മാത്രമായി ഒരു റൂമാണുള്ളത്. വിമലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 3-ൽ 1 മൈനസ് ചെയ്യണം തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? ആകെയുള്ള അരുണിൻ്റെയും വിമലിൻ്റെയാണ് 3. അരുണിന് മാത്രമായിട്ടുള്ള ഈ ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയുക, 1 ചെയ്യുന്നത് മൈനസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്താണ് ഇവിടെ വിമലിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ വിമൽ ഒരു ദിവസം ഇങ്ങനെ എഴുതി വെക്കുക. വിമൽ ഒരു ദിവസം എത്ര ചെയ്യും? 2. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് വർക്ക് ആൻഡ് ടൈം ആയിരുന്നു. എങ്ങനെ LCM വെച്ചിട്ട് ചെയ്യാം എന്നുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ വർക്ക് ആൻഡ് ടൈമിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു മിഷനിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഒരു യുദ്ധത്തിലാണ്, പോരാട്ടത്തിലാണ്. നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്, വർക്ക് ആൻഡ് ടൈം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർക്ക് ആൻഡ് ടൈമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ LCM മെത്തേഡുകൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. പാർട്ട് 1 കണ്ടാൽ മാത്രമേ ഈ ഒരു വർക്ക് ആൻഡ് ടൈമിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം LCM മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് LCMൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ PDF ഒക്കെ ടെലിഗ്രാം ചാനൽ EduOnൽ കൊടുക്കുന്നുണ്ട്. ഓൾ കേരള മോഡൽ എക്സാംസും നമ്മളവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈകാതെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിനു ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും.
വിനു 12 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ ജോലി തീർക്കാൻ വിഷ്ണുവിന് 6 ദിവസവും ബിബിന് 8 ദിവസവും വേണമെങ്കിൽ 3 പേരും കൂടി ആ ജോലിയുടെ 1/4 ഭാഗം തീർക്കാൻ എത്ര ദിവസം വേണം? ഈ ചോദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതി വെക്കണം? ഇതിന്റെ പോയിന്റുകൾ നമ്മൾ എഴുതി വെക്കുക. ഇതിന്റെ പോയിന്റ് എന്തൊക്കെയാണുള്ളത് നോക്കി. വിനു അല്ലേ, നമ്മൾ എഴുതി വെച്ചു വിനുവിന് ഈ ഒരു ജോലി തീർക്കാൻ 12 ദിവസം നമ്മൾ എഴുതി വെച്ചു. അടുത്ത ഇതേ ജോലി വിഷ്ണുവിനല്ലേ, വിഷ്ണുവിന് നമ്മൾ എത്ര ദിവസം വേണം? 6 ദിവസം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ബിബിന് നമുക്ക് എത്ര ദിവസം വേണം? ബിബിന് 8 ദിവസം വേണം. ഇത് എഴുതി വെച്ചു. ഇത് എഴുതി വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആലോചിക്കുക, ഈ 3 പണിക്കാരെ നമ്മൾ വീട്ടിൽ പെയിന്റിന്റെ പണിക്ക് വിളിച്ചതാണ്. 3 ആളുകളെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ ബിൽഡിങ്ങിലൊക്കെ എന്താണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ എന്താണ് ജോലിക്ക് വിളിച്ചു 3 പേരെ, അല്ലെങ്കിൽ വീടിനായിക്കോട്ടെ നമ്മളെ വീട്ടിൽ ജോലിക്ക് വിളിച്ചു എന്ന് ആലോചിക്കും. അപ്പൊ എന്തായാലും വിനു പറഞ്ഞു ഞാൻ 12 ദിവസം കൊണ്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ 6 ദിവസം കൊണ്ട്, ബിബിനോട് ചോദിച്ചപ്പോൾ 8 ദിവസം കൊണ്ട്. അപ്പൊ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് വിളിക്കുകയാണ്, ജോലി പെട്ടെന്ന് തീർക്കണമല്ലോ. അപ്പൊ അങ്ങനെ ജോലി തീർക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ നമ്മൾ എന്ത് വർക്ക് കൊടുത്തു അവർക്ക്? പെയിന്റ് പണിക്കാരാകുമ്പോൾ റൂമിന്റെ പെയിന്റ് അടിക്കാനല്ലേ. ഞാൻ എന്ത് കൊടുത്തു വെച്ചാൽ, ഞാനാണ് പണിക്ക് വിളിക്കുന്നത്, ഞാൻ ഇവർക്ക് 24 റൂമിന്റെ പെയിന്റ് പണി കൊടുത്തു. 24 റൂം കൊടുത്തു. എങ്ങനെ 24 റൂം കൊടുക്കാൻ കാരണം? ഇവിടെ എൻ്റെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഞാനൊരു എന്താ പറയുക കോൺട്രാക്ടറാണ്, മേസ്ത്രി നമ്മൾ തന്നെ പറയില്ലേ. എൻ്റെ മേൽനോട്ടിലാണ് കംപ്ലീറ്റ് വർക്ക് നടക്കുന്നത്. 24 റൂം പെയിന്റ് അടിക്കാൻ കൊടുത്തു. ഞാൻ എങ്ങനെ ഇരുന്ന് 24 കൊടുക്കാൻ കാരണം? 12, 6, 8 ഇവർക്ക് 3 പേർക്കും കൂടി കൊടുത്താണ് 24. ഈ 3 നമ്പറും കൂടി ഒരുമിച്ച് വരുന്നതാണ് LCM എന്ന് പറയുന്നത്. അപ്പൊ LCM ആണ് 24, ആകെ ജോലി 24 അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിരിക്കും. പാർട്ട് 1 വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അത് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഒരു ദിവസത്തെ കണക്കെടുക്കുമ്പോൾ നമുക്കത് ആദ്യം മനസ്സിലാക്കണം. ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കി 12 ദിവസം കൊണ്ടാണ് 24. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എത്ര ഗുണിച്ചാൽ 24 ആവും? 12, 2, 24, 6, 4, 24, 3, 8, 24. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു ക്വസ്റ്റനിൽ തന്നെ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ എല്ലാം കൂടി കൂട്ടുകയാണ്. 6, 4 അല്ലേ, 6, 3, 9 ഇവിടെ ചെയ്യുന്ന സമയത്ത് 9 ആണ് ഒരു ദിവസത്തെ ജോലി കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് 9? എന്താണ് 9 റൂമാണ് ഒരു ദിവസം ഇവർ പെയിന്റ് അടിച്ച് തീർക്കുക. മേസ്ത്രി ആയിട്ടുള്ള ഞാൻ വന്ന് നോക്കി, അത് നിങ്ങൾ വന്ന് നോക്കുകയാണ്. വിനു ഒരു ദിവസം 2 റൂം പെയിന്റ് അടിച്ചു. വിഷ്ണു 4 റൂമിന്റെ പെയിന്റിങ് തീർത്തു. ബിബിൻ 3 റൂമിന്റെ പെയിന്റിങ് തീർത്തു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കൂലി കൊടുക്കില്ലേ? വൈകുന്നേരം നമ്മൾ കൂലി കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടി 9 റൂം ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, അവർ ഉഷാറാണ്. ഒരു ദിവസം 9 റൂമിന്റെ പെയിന്റിങ് തീർത്താൽ എത്ര ദിവസം കൊണ്ട് മുഴുവൻ തീർക്കുമെന്നാണോ ചോദ്യം? ഒരിക്കലും അല്ല. ഇവിടെ മുഴുവൻ തീർക്കുന്നുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇവിടെ 1/4 ഭാഗം തീർക്കാൻ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക ചോദിച്ചാൽ നമുക്ക് അല്ലേ പ്രശ്നമാണ്. നോക്കാം, നമുക്ക് കാണിക്കാം, എന്താ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിക്കാം. 1/4 ഭാഗം തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മുഴുവൻ തീർക്കാനാണെങ്കിൽ നമുക്ക് 9 × എത്ര 24 എഴുതിയാമായിരുന്നു അല്ലെ? അങ്ങനെ എഴുതിയാൽ എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ 9 × എത്ര 24 അല്ല, ഇതിന്റെ 1/4 ഭാഗം ഇതാണ്. എന്താണ് 24ന്റെ 1/4 ഭാഗം? ഇതാണ് ചോദ്യം. 24ന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 4, 6, 6, 3, 18 തീർത്താൽ മതിയല്ലോ. നമുക്കിവിടെ ഒരിക്കലും 24 തീർക്കാൻ പറഞ്ഞിട്ടില്ല. ആകെ എന്ന് പറയുമ്പോൾ മാത്രം ഇവിടെ നിന്ന് എടുക്കണം 24. 1/4 എന്ന് പറയുമ്പോൾ 3/4, 1/4 ഭാഗം 1/4 അല്ലെ? ഇങ്ങനെയൊക്കെ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. 9 × എത്ര 1/4 ഭാഗമായിട്ടുള്ള 18 എത്ര വരിക? 9 എത്ര കുടിച്ചാലാ 18 ദിവസം വരിക? 9 എത്ര ദിവസം കൊണ്ടാണ്? ഒരു ദിവസം 9 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 18? 2 ദിവസം കൊണ്ടല്ലേ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ LCM ഇല്ലാതെ ചെയ്യുന്നത് പോലെ ആലോചിക്കുക. LCM മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണേ ഇല്ല. ഇതിന്റെ ആൻസർ കിട്ടുമില്ല. ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ അല്ലേ 18 അടവ് നോക്കിയാലും കിട്ടാൻ പറ്റില്ല. നമ്മുടെ ഈ LCM മെത്തേഡ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് വർക്ക് ആൻഡ് ടൈമിന്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേ പാറ്റേൺ ആണ്. A ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തെടുക്കും. B 30 ദിവസം കൊണ്ട്. A 20 ആണ്, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ തന്നെ B 30 ആണ് നമ്മൾ എഴുതി വെച്ചു. LCM കിട്ടി 60, അതന്നെ പെട്ടെന്ന് എഴുതി വെക്കുക.
ഇനി വേണമെങ്കിൽ വൺ ഡേ വർക്ക് കൂടി എഴുതി വയ്ക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വൺ ഡേ വർക്ക് 3-2 ഒരു ദിവസം 3 റൂം പെയിന്റ് അടിക്കും, മറ്റേ 2 റൂം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്താലും മതി. ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. അതായത് ഇത് എന്താണെന്നുള്ളതല്ല A-B ഇല്ലേ ഒരുമിച്ച് എത്ര ദിവസം ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ LCM എഴുതി വയ്ക്കും. LCM എഴുതി 3-2 എഴുതി വെച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ വായിച്ചു നോക്കി. A ഒരു ജോലി 20 ദിവസം കൊണ്ടും B 30 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ച് ഈ ജോലി നോക്കി കാൽഭാഗം, ഇവിടെയാണ് ഇതിൻ്റെ പോയിന്റ്. കാൽഭാഗം തീർക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ ഈ കാൽഭാഗം എടുക്കണം. ഇവിടെ കാൽഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരിക? പകുതിയുടെ പകുതി എടുത്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക വെച്ചാൽ എങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അതുകൂടി നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ വീഡിയോ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്വിക്കർ മാത്സ് വീഡിയോ സീരീസ് ഒക്കെ ചെയ്യാറുണ്ട്. കാൽഭാഗം എടുക്കാൻ ശരിക്കും പകുതിയുടെ പകുതി എടുത്താൽ മതി. നിങ്ങൾ 1 കിലോ കടയിൽ പോയിട്ട് നമ്മൾ എന്താണ് 1 കിലോ എന്തോ ഒരു വസ്തു വാങ്ങണം. ഇപ്പോൾ 480 രൂപയുടെ അരിയൊക്കെ വാങ്ങുമെന്ന് വിചാരിക്കുക. 1/4 കിലോ ഓക്കെ 480 രൂപയുടെ അരി ഉണ്ടാവും ഒരു ചോദ്യമല്ലേ. ഓക്കെ 480 രൂപയുടെ ഒരു നമ്മളെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ അതൊക്കെ പ്രൈസ് കൂടുതലാണ്. 480 രൂപയാണ് നമുക്കൊരു ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയല്ലോ അത് വാങ്ങുകയാണ്. അപ്പോൾ അത് വാങ്ങണമെങ്കിൽ 1/4 കിലോന് എത്ര രൂപയായിരിക്കും? ഇതിൻ്റെ പകുതി 240, അതിൻ്റെയും പകുതി 120 രൂപയായിരിക്കും. വസ്തുക്കളുടെ വില 1/4 കിലോ വാങ്ങാൻ ബെസ്റ്റ് എന്താണ്? പകുതിയുടെ പകുതി എടുത്താൽ മതി. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ ഇതേപോലെ 1/4 കിലോ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/4 കിലോ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടയിലേക്കൊക്കെ പോയി എന്തായാലും തൽക്കാലം തിരിച്ചു വരാം. 60ന്റെ പകുതിയുടെ പകുതി 15 എടുത്താൽ മതി, 1/4 ഭാഗം. അപ്പോൾ കടയിൽ പോകുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി. ഇതേപോലെ നമ്മൾ ക്ലാസ് റൂമിലും ചെയ്ത് നോക്കി. 1/4 ഭാഗം എടുത്തു, പകുതിയുടെ പകുതി 15 എടുത്തു, 30, അതിൻ്റെ പകുതി 15. ഈ 3ഉം 2ഉം കൂടി ഒരു ദിവസം ചെയ്യുന്നത് 5 അല്ലേ? 20, 30 ആകുമ്പോൾ 3, 2 ഇത് വലിയ തർക്കമൊന്നുമില്ല. LCM കിട്ടിയത് 60 മനസ്സിലായല്ലോ. 30 എന്തായാലും അല്ല, 30ന്റെ ഇരട്ടി 60. ഒരു ദിവസം 5 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 15? ഇതാണ് ചോദ്യം. ഒരു ദിവസം ഇവന്മാർ Aയും Bയും 2 ആൾക്കാർ 5 ചെയ്താൽ 3 ദിവസം കൊണ്ടാണ് 15 ആവുക. അപ്പോൾ ആൻസർ എന്താ വന്നത്? വളരെ സിമ്പിളായിട്ട് 3 ദിവസം. 1/4 ഭാഗം തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. X ഒരു ജോലി 10 ദിവസം കൊണ്ട്, X 10 എഴുതി വെച്ചു, Y നമ്മൾ എഴുതി വെച്ചു, Y 20 ദിവസം കൊണ്ടും ചെയ്യും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ LCM ആയിരിക്കും. 10, 20 LCM 20. ഇനി ക്വസ്റ്റ്യനിലേക്ക് വായിച്ചു നോക്കി. കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ച് ഈ ജോലിയുടെ 1.5 ഭാഗം എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഈ 1.5 വന്നിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ഇൻറ്റു 1.5 അല്ലെങ്കിൽ 1.5. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യും? 1.5. എങ്ങനെയാണ് 1.5 എടുക്കുക നമ്മൾ? ഇപ്പം ഈ ഒരു ചോക്കിൻ്റെ 1.5 ഭാഗം ഞാൻ എടുക്കണം. എങ്ങനെ ഞാൻ എടുക്കും? ഈ ചോക്കിൻ്റെ ഇതേ ചോക്കുകൾ ഇതിൻ്റെ കുറേ ഉണ്ട്. അപ്പം ഞാൻ എന്തെടുക്കും? ഒരു ചോക്ക് എടുക്കും, ഇതിൻ്റെ പകുതി എടുക്കും. അങ്ങനെയല്ല എടുക്കുക 1.5 എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ 1.5 ഇത് 1 ഇതായിരിക്കും. അപ്പോൾ ഈ ചോക്ക് മാത്രമല്ല എല്ലാ സാധനത്തിനും ഇപ്പോൾ 1.5 എടുക്കണമെങ്കിൽ ഇതും ഇപ്പം ഈ 1.5യുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ 1.5ൻ്റെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 20ഉം അതിൻ്റെ പകുതിയും 10ഉം കൂട്ടുക 30. ഇതിൻ്റെ 1.5 ഭാഗം എങ്ങനെയാണ് വരിക? 1.5 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക. 10, 20, 20ഉം 10ഉം 30 ഉണ്ട്. അപ്പോൾ ഇവിടെ LCM ഒക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര തീർക്കേണ്ടത്? 30 തീർക്കേണ്ടത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് LCMനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് 1 ഡേ വർക്കൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചില സൗണ്ടുകളൊക്കെ കേൾക്കാം. ഇവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അടുത്ത്. രാവിലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങളത് ഒരു നാച്ചുറലായിട്ട് എടുത്താൽ മതി. എന്തായാലും 10, 20 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 ഡേ വർക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 10, 20 ബേസ് ചെയ്തിട്ട് തന്നെ LCMന്റെ 1 ഡേ വർക്ക് എടുക്കുക. 2, 1. ഇനിയാണ് നമുക്ക് 20 അല്ലോ തീർക്കേണ്ടത്. 2, 1, 3 ഇങ്ങനെയൊക്കെ എടുത്തതിന് ശേഷമാണ് LCM. ഒരിക്കലും ഇവിടെ 30 വെച്ചിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. 30 വെച്ചിട്ട് ഒരിക്കലും LCM എടുക്കാൻ പാടില്ല. 20 വെച്ച് 10, 20, 20 അല്ലേ LCM. അതിനെ വെച്ചിട്ട് വേണം 1 ഡേ വർക്ക് എടുക്കാൻ. ഇനി 3 വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് 20 ആണോ തീർക്കേണ്ടത്? അല്ല, അപ്പം മാത്രം ആ വാല്യൂ എടുക്കുക. 1.5 ഭാഗം എന്ന് പറയുമ്പോൾ 30 എടുക്കുക. അപ്പോൾ 3 ആണ് ഒരു ദിവസത്തെ ജോലി. എത്ര ദിവസം കൊണ്ട് 30 ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഇൻറ്റു എത്ര വരും? 10 ദിവസം കൊണ്ട് 30 ആവും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇവിടെ 1.5 വന്നതുകൊണ്ട് 10, 20 LCM 20. ആദ്യം തന്നെ 1 ഡേ വർക്ക് എടുത്തു വയ്ക്കുക. 2, 1, 2 അല്ലേ? 10, 2, 2, 21, 20. 2, 1, 3 ചേർന്നു. എത്ര ദിവസം കൊണ്ട് 20 തീർക്കാനല്ല, 30 തീർക്കാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് പ്രത്യേകത നോക്കിയേ, ഒന്നിടവിട്ട ദിവസങ്ങളുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും? നമുക്ക് LCM മെത്തേഡ് മാത്രമേ ഇതിനുള്ളൊരു പോം വഴി എന്നുള്ളൂ. ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. അപ്പോൾ എന്തായാലും വിപിൻ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ വിപിൻ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് V10 എന്ന് എഴുതി വെച്ചു. അരുൺ 15 ആണ്. ഒന്നിടവിട്ട ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും LCM എടുത്തു വയ്ക്കുക. 10, 15ന്റെ LCM 30. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ 1 ഡേ വർക്കും കൂടി എഴുതി വെക്കുക 3. ഇത് 2 അല്ലേ? ശരിയല്ലേ? ഒരു ദിവസം 3, ഒരാൾ 3 ചെയ്തു, 2 ചെയ്തു, ഇങ്ങനെ പറയുന്നത്. ഇനി ഒന്നിടവിട്ട ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ചില ക്വസ്റ്റ്യൻസിൽ ആരാദ്യം തുടങ്ങിയെന്ന് പറയും. ഇവിടെ വിപിനാണോ അരുണാണോ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ചില ചോദ്യങ്ങൾ പറയും, എന്താ പറയും, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യും. വിപിൻ ജോലി തുടങ്ങിയെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? ഇവിടെ ഒന്നിടവിട്ട ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി. തൽക്കാലം നമുക്ക് അസ്യൂം ചെയ്യാം, ആര് തുടങ്ങിയാലും ഇവിടെ ജോലി ആ ദിവസമേ തീരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വിപിൻ തുടങ്ങി എന്ന് വിചാരിക്കുക. എങ്ങനെ ഒന്നിടവിട്ട ദിവസം ചെയ്യുക? ഇത് പ്ലസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇപ്പോൾ പ്ലസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? വിപിൻ ജോലിക്ക് വന്നു, ഈ 30 റൂമാണ് തീർക്കേണ്ടത്. ക്വസ്റ്റ്യൻ കൂടി മനസ്സിലാക്കുക. വിപിൻ 10 ദിവസം കൊണ്ട്, അരുൺ 15 ദിവസം കൊണ്ട്, ആകെ ജോലി 30 ആണ്. അപ്പൊ ആരാണ് ആദ്യം പണിക്ക് വന്നത്? പെയിന്റ് പണിക്കാരൊക്കെ വിളിച്ച് റൂം പെയിന്റ് അടിക്കാൻ ഫസ്റ്റ് ദിവസം വിപിൻ വരും, പിന്നെ അരുൺ വരും. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം ഇവിടെ ആര് തുടങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. ഇനി തുടങ്ങേണ്ട ആരായാലും ഇവിടെ ആൻസർ സെയിം ആയിരിക്കും. ഈ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ വലിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാം. നമ്മളിവിടെ എടുക്കുകയാണ്, വിപിൻ തുടങ്ങി എടുക്കുക. വിപിൻ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ദിവസം 3 റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. സെക്കൻഡ് ഡേ 2 റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അരുൺ തുടങ്ങിയാലും എളുപ്പം തന്നെയാണ്, ഇത് ആൻസർ സെയിം തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വിപിൻ തുടങ്ങി, അടുത്ത ദിവസം അരുൺ വന്നു, പെയിൻറ്റിങ് വർക്ക് 2 റൂം തീർത്തു. വീണ്ടും വിപിൻ വരികയാണ്, വീണ്ടും അരുൺ വരും. ഇങ്ങനെ കൂട്ടി കൂട്ടി പോകാൻ പറ്റുമോ? ഒരിക്കലും പോയി കഴിഞ്ഞാൽ ആൻസർ ഒരുപാട് സമയമായിരിക്കും. ഇങ്ങനെ വരണം കേട്ടോ. ഇനി നോക്കി, ഒരു ദിവസം 3 റൂം, 2 ദിവസം കൊണ്ട് രണ്ടാമത്തെ ദിവസം 2 അല്ലേ ചെയ്തിരുന്നത്. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് അവർ പണിക്ക് വരുന്നത്. ഒരാൾ വന്നാൽ മറ്റാൾ വരില്ല. അപ്പൊ വിപിൻ വന്നാൽ അരുൺ വരില്ല. അപ്പൊ ഫസ്റ്റ് ദിവസം എന്തായി? 3 പെയിന്റിങ് കഴിഞ്ഞു. സെക്കൻഡ് ഡേ 2 റൂമിന്റെ പെയിന്റിങ് കഴിഞ്ഞു. തേർഡ് ഡേ 3 റൂം, പിന്നെ 2, അങ്ങനെ 3 വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഇതിനെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് എത്ര തീരും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം 3 ആണെങ്കിൽ സെക്കൻഡ് ഡേ 2 അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 2 ദിവസം കൊണ്ട് 5. 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ് വേണ്ടത്? നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് ആലോചിച്ച് നോക്കി. ഇവിടെ 30 അല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെക്കണം. ഇങ്ങനെ ആലോചിച്ച് നോക്കി, 2 ദിവസം കൊണ്ടാണ് 5 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ 30 തീരുക? ഇതെങ്ങനെ കണക്ട് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കി. 2 ദിവസം കൊണ്ട് 5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് 5 എങ്ങനെയാവുന്നത്? ഫസ്റ്റ് ഡേ നമ്മൾ സെക്കൻഡ് ഡേ കൊണ്ട്, ഫസ്റ്റ് ഡേ ഒരാൾ വരും, പിറ്റേ ദിവസം മറ്റാൾ വരും. ഒരു ദിവസം 3, മറ്റേ ദിവസം 2. 3ഉം 2ഉം 5. ഇനിയിപ്പോൾ 2ഉം 3ഉം തിരിച്ചു വന്നാലും 5 തന്നെയാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 30 ആവും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് വേണമെങ്കിൽ വേറെ ഇതിൽ ആലോചിക്കട്ടോ. 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ 4 ദിവസം കൊണ്ട് 10, 8 ദിവസം കൊണ്ട് 20. പക്ഷെ ഇങ്ങനെ ആലോചിക്കുന്നത് നല്ലത്. 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ ഇവിടെ എത്ര ഗുണിച്ചാലാ 30 ആവും? 5നെ 5 × 6 30. അതേപോലെ ഇവിടെ 2 × 6 12 ദിവസം കൊണ്ടാണ് ആൻസർ വരിക. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇങ്ങനെ ഗുണിക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ എഴുതി വെച്ചോ, 3 2 3 2 3 2 3 2 3 2 ഇങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത് ഇവര്. ഒന്നിടവിട്ട ദിവസങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം ഒരാൾ വന്നു, പിറ്റേ ദിവസം വേറെ ആൾ വന്നു, 3 2 3 2 ഇങ്ങനെ 12 പ്രാവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് നോക്കി. 5 10 15 അല്ലേ, 20 25 30. അപ്പൊ 12 ദിവസം കൊണ്ടാണ്. ഒരു ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഇങ്ങനെ 12 ദിവസം കൊണ്ടാണ് 30 ആവുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ
ഇവിടെ 5-ന് എത്ര ഗുണിച്ചപ്പോഴാണ് 30 ആയത്? 5-ന് 6 ഗുണിച്ചാൽ 30 ആയി. ഈ 2 എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. 2 × 6 12 ദിവസം കൊണ്ട് 30. അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കിയാൽ ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജീവ് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ രാജീവ് ഞാൻ എഴുതി വെച്ചു. രാജീവ് 10, വിമൽ 40. ഒന്നിടവിട്ട ദിവസങ്ങൾ എന്നാണ് പറഞ്ഞത്. ചില ക്വസ്റ്റില് ഇങ്ങനെ തന്നെ നമുക്ക് എന്താണ് ഒന്നിടവിട്ട ആര് തുടങ്ങി എന്നുള്ളത് ഇവിടെ പ്രാധാന്യമില്ല. ചില ക്വസ്റ്റിൽ ആര് തുടങ്ങി എന്നുള്ളതിനൊരു പ്രാധാന്യമുണ്ട്. അത് പിന്നീട് ഹയർ ലെവൽ SSC എക്സാമിനൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. 10 40 LCM 40. ഒരു ദിവസം എന്തൊക്കെ പെയിന്റ് പണിക്കാരെ വിളിച്ചവരൊക്കെ എന്തൊക്കെ ചെയ്തു? എല്ലാം റൂമാട്ടോ, 40 റൂം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? നമുക്കിത് വെറും ഒരു ഇക്വേഷൻ നമ്പർ മാത്രമായിട്ട് മാറും. ഇങ്ങനെ നമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കുറേ നമ്പർ വരും. ഒരു സിനിമയിൽ കണ്ട പോലെ കുറേ നമ്പർ ഇങ്ങനെ ഓടിക്കളിക്കുമെന്നല്ലാതെ ആൻസർ കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 4 40 41 40. എന്താണ് LCM മെത്തേഡ് വെച്ച് ചെയ്യുന്നത്? ഒന്നിടവിട്ട ദിവസം എന്ന ചോദ്യമാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത രീതി തന്നെ ചെയ്യാം. ഫസ്റ്റ് ഡേ 4 ചെയ്തു, സെക്കൻഡ് ഡേ 1 ചെയ്തു. അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ 1 ആയാലും കുഴപ്പമില്ല, 1 4 ആയാലും 5 തന്നെയാണ്. ഈ 5 ഇങ്ങനെ മാത്രമല്ല വേറെ ടൈപ്പിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം കൊണ്ട് നിങ്ങൾ ചോദിക്കുക, 2 ദിവസം കൊണ്ട് ചെയ്ത് എത്രയാണുള്ളത്? 2 ദിവസം കൊണ്ട് 5 ആണെങ്കിൽ അത് ചോദിക്കുക, 2 ദിവസം കൊണ്ട് 5 ആണ്. എത്ര ദിവസം കൊണ്ട്? 40 20. 40 അല്ലേ ആകെ തീർക്കാനുള്ളത്? 40 40. 5 എത്ര ഗുണിച്ചാൽ 40 ആവും? അങ്ങനെ എടുക്കുക. അസംഷൻ എന്താണ്? 5 എത്ര ഗുണിച്ചാൽ 40 ആവും? 5 × 8 40. അപ്പോൾ 2 × 8 16. 16 ദിവസം കൊണ്ട് 5 എത്ര ഗുണിച്ചപ്പോൾ 40 ആയി? 8. 2 8 കൊണ്ട് ഗുണിക്കണം. 8 2 8 16. ആൻസർ വന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമ്മൾ LCMന്റെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി എക്സാം ഹാളിൽ നിങ്ങൾ ഈ മെത്തേഡല്ല വേറെ വല്ല മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ പെട്ടുപോകും. അതുകൊണ്ട് LCM മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ബോർഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. A തൻ്റെ ജോലിയുടെ 1/4 ഭാഗം 2.5 ദിവസം കൊണ്ടെന്നാണ് പറഞ്ഞത്. B തൻ്റെ ജോലിയുടെ പകുതി 4 ദിവസം കൊണ്ട് ചെയ്യും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി ആളുകൾ ഇതിന് ഒഴിവാക്കും. കാരണം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കിട്ടാറാവുമ്പോൾ നിങ്ങൾ എന്താണ് പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാറി കളിക്കാനല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യനും. അപ്പോൾ ഇത് ഒന്ന് ഒഴിവാക്കി അടുത്തതിലേക്ക് പോവാം എന്നുള്ള ധാരണ വേണ്ട. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പഠിച്ചു പോയാൽ എക്സാമിന് എളുപ്പമായിരിക്കും. ഇതാണല്ലോ ഇതിൻ്റെ റീസൺ. സോ A തൻ്റെ ജോലിയുടെ 1/4 ഭാഗം. അതിവിടെ നോക്കി, ഇവിടെ B തൻ്റെ ജോലിയുടെ പകുതി 4 ദിവസം കൊണ്ടെന്നാണ് പറഞ്ഞത്. ഈ പകുതി 4 ദിവസം കൊണ്ടാണെങ്കിൽ മുഴുവൻ ഭാഗം എത്രയായിരിക്കും വരിക? പകുതി ജോലി 4 ദിവസം കൊണ്ടാണെങ്കിൽ മുഴുവൻ ജോലി, അപ്പം B തൻ്റെ മുഴുവൻ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? B തൻ്റെ മുഴുവൻ ജോലി പകുതി 4 ആണെങ്കിൽ മുഴുവൻ ജോലി 8. അതെങ്ങനെ കിട്ടിയത്? ഈ പകുതി എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? പകുതി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പം നമ്മൾ മുഴുവൻ ജോലിയാക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയല്ലേ ചെയ്ത്? അപ്പം നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പകുതി എന്ന് പറയുന്നത് 1/2. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ശരിക്കായിട്ട് ആൻസർ കിട്ടാൻ അങ്ങനെയുള്ളൂ. ഇനി 1/4 ഭാഗം 2.5 ദിവസം കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 1/4 അല്ലേ? അപ്പോൾ ഈ 4 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് ഇത്രയേ ഉള്ളൂ, 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അര ഭാഗം എന്ന് പറഞ്ഞ പോലെ 1/4 ഭാഗം നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് പറഞ്ഞത്? 2.5 ദിവസം കൊണ്ടാണ് പറഞ്ഞത്. 1/4 ഭാഗം 2.5 ദിവസം കൊണ്ടാണെങ്കിൽ ഈ 2.5 4 വെച്ച് ഗുണിക്കുക. അത്രേ ഉള്ളൂ. 2.5 4 വെച്ച് ഗുണിക്കുമ്പോൾ 2.5 × 4 എത്ര വരും? 10. അപ്പോൾ A 10. അപ്പോൾ A 10ഉം B 8ഉം ആണെങ്കിൽ LCM 40. പിന്നെ എന്ത് വരും? 1 ഡേ വർക്ക് ഒരു ദിവസം അല്ലേ? 4 14 40 8 5 40. 4 5 9 റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ട് 40 ആവും? എത്ര ദിവസം കൊണ്ട് 40 ആവും? 9 × എത്ര ഗുണിച്ചാൽ 40 ആവും? 9 × എത്ര ഗുണിച്ചാൽ 40 എന്ന് വെച്ചാൽ 40/9. ഇതായിരിക്കും ആൻസർ. ഭിന്നസംഖ്യ രൂപത്തിൽ ഇത് എങ്ങനെ കാണിക്കും എക്സാമിന്? ഒരു പിടിയില്ല. ഇതുവരെ ക്വസ്റ്റ്യൻ എത്തി നിൽക്കും. ഓപ്ഷൻ നിങ്ങൾക്ക് തരുവാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ തരിക എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ 4 4/9 ഉണ്ട്. 4 4/9 ഒരു ഓപ്ഷൻ ഉണ്ട്. മിക്കവാറും തന്നെ ആയിരിക്കും ആൻസർ. 5 1/3 ഉണ്ട്.
അപ്പോൾ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം? ഒന്നെങ്കിൽ ഓപ്ഷനിൽ പോവാം. ഈ 40/9 ഭിന്നസംഖ്യ മാറ്റാം. 40 എത്ര 9 ഉണ്ട് അത് ചോദിക്കാം. 40 എത്ര 9 ഉണ്ട് വെച്ചാൽ 4 9 ഉണ്ട്. 4 9 36 4 4 4/9 ആൻസറായി. അപ്പോൾ കൺവേർഷൻ കൂടി പഠിച്ചു വെക്കണം. നമ്മൾ എന്താണ് പഠിക്കൽ കൊണ്ടുപോയിട്ട് കല മുടക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉത്തരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്യും? ഇതെല്ലാം കൂടി ചെയ്ത് 40/9 ചെയ്ത് നോക്കുമ്പോഴാണ് പണി പാളി. കാരണം എന്താണ്? ഓപ്ഷനിലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അതിനാണ് ഈ ഭിന്നസംഖ്യയുടെ ബേസിക് ഫാക്ട്സ് കൂടി അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, അത് തന്നെ ഒന്നുകൂടി എഴുതിയിട്ട് അതിൽ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം മാറ്റുക. ആ ക്വസ്റ്റ്യനിൽ നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു എ തൻ്റെ ജോലിയുടെ അരഭാഗം 5 ദിവസം ആക്കുക. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സംഭവം ഇങ്ങനെ ആക്കി മാറ്റുക. ആ ക്വസ്റ്റ്യനിൽ അരഭാഗം എ തൻ്റെ ജോലിയുടെ അരഭാഗം 5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കും. എങ്കിൽ ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതൊന്ന് നിങ്ങളെ രീതിയിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ മറ്റേ ക്വസ്റ്റ്യനിൽ നമ്പർ മാറ്റിയാൽ മതി. ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. എ തൻ്റെ ജോലിയുടെ അരഭാഗം 5 ദിവസം കൊണ്ട് ചെയ്യും. ഈ അരഭാഗം തൊട്ട് ഇതേപോലെ തന്നെ എഴുതി വയ്ക്കുക. 1/3 ഇങ്ങനെ തന്നെ നമ്പർ ഇട്ടിട്ട് എഴുതുക. നമ്പർ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ എഴുതും. എ തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എ ബി എന്നുള്ള താഴെ നമുക്ക് എഴുതി വെക്കണമല്ലോ. ഈ 2 കൊണ്ട് ഇവിടെ ഗുണിക്കുക, 2 5 10. 2 കൊണ്ട് ഇവിടെ ഗുണിക്കട്ടെ, 2 5 10. 3 കൊണ്ട് ഇവിടെ ഗുണിക്കുക, 3 4 12. LCM എത്ര? 10 12. LCM എത്ര വരിക? 24 ആണോ 36 ആണോ? അല്ല, LCM എന്ന് പറയുന്നത് ഇവിടെ 10 ഉള്ള സ്ഥിതിക്ക് 0 നമ്പർ ആവുമല്ലോ. LCM 60 തന്നെയാണ് വരിക. 10 12 അല്ലേ? 10 6 6 5 11 എത്ര ചേർന്നാൽ 60 ആവും എന്നുള്ള ചോദ്യം ഇങ്ങനെ വരുമ്പോൾ എത്രയാവും? 11 എത്ര ചേർന്നാൽ 60 ആവും? ഇത്രയേ ഉള്ളൂ ആൻസർ. 60/11. ഇതിനെങ്ങനെ ഭിന്നസംഖ്യയിൽ മാറ്റി വയ്ക്കുക? എക്സാമിന് ഇങ്ങനെ ഉണ്ടാവാം. 60/11. ഓപ്ഷനിക്ക് നോക്കണോ വേണ്ട? ഓപ്ഷനിക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. 5 11 ഉണ്ട്, ബാക്കി 5 5/11. ഓപ്ഷനിക്ക് ഞാൻ ഒന്നുകൂടി നോക്കി. 5 5/11 ഇതായിരിക്കും വരിക. കാരണം 60/11 ആണ്. സോ ആൻസർ വളരെ സിമ്പിളായി 55 5 60/11 ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനുണ്ട്? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ കാണാം സ്ക്രീനിൽ. എയും ബിയും ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ബിയും സിയും 15 ദിവസം കൊണ്ടും സിയും എയും 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എങ്കിൽ എ ബി സി ഇവർ 3 പേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 12 ദിവസം കൊണ്ട്. ബിയും സിയും എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15. സിയും എയും 20. LCM 60. അതന്നെ എഴുതി വയ്ക്കുക ആദ്യം. ഇതിൽ പ്രത്യേകിച്ച് അർത്ഥ വ്യത്യാസങ്ങൾ വരുന്നില്ല. അതായത് 12 15 20 LCM 60 തന്നെയാണ്. ആ ഒരു പാറ്റേൺ ആണ്. അതിലൊരു മാറ്റവും ഇല്ല. ഇനി നമുക്ക് 1 ഡേ വർക്ക്, ഒരു ദിവസത്തെ വർക്ക് എന്ന് എടുത്തു നോക്കാം. ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ എയും ബിയും കൂടിയാണ് കേട്ടോ ഒരു ദിവസത്തെ വർക്ക് 5. ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസത്തെ വർക്ക് 4. സിയും എയും ഒരു ദിവസത്തെ വർക്ക് 3. ഇതെങ്ങനെ കിട്ടുക? 12 5 60, 15 4 60, 20 3 60. ഇത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. കാരണം എന്താണ്? നമ്മൾ LCM മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഓരോരുത്തർക്കൊക്കെ കിട്ടണം എങ്ങനെയാണ്? 12 ദിവസം കൊണ്ട് 60 ആണെങ്കിൽ ഒരു ദിവസം 5, 15 ദിവസം കൊണ്ട് 60 ആണെങ്കിൽ ഒരു ദിവസം 4, 20 ദിവസം കൊണ്ട് 60 ആണെങ്കിൽ ഒരു ദിവസം 3. 1 ഡേ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലസ് ചെയ്യുമ്പോൾ എന്താണ് പ്ലസ് ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കി. എയും ബിയും ഒരു ദിവസം 5, ബിയും സിയും ഒരു ദിവസം 4, സിയും എയും ഒരു ദിവസം 3. ഇതിങ്ങനെ പ്ലസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ 2 എ ഉണ്ട്. നോക്കി, 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനിലൊക്കെ എന്തായിരുന്നു? എ ബി സി, ഇവിടെ എയും ബിയും ബിയും സിയും എല്ലാം വിചാരിക്കുക. ഇവിടെ എയും ഇവിടെ ബിയും ഇവിടെ സിയും ആണെങ്കിൽ എ ബി സി. അപ്പോൾ നമ്മൾ അത്രത്തോളം കാര്യമാക്കിയില്ലായിരുന്നു. കാരണം എന്താണ്? എയും ബിയും സിയും കൂടി എത്ര ചെയ്യും ഒരു ദിവസം? അതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയും ബിയും ആണ്, ഇവിടെ ബിയും സിയും എയും സിയും സിയും എയും ആണ്.
അപ്പോൾ അതിൽ 2 എയും 2 ബിയും 2 സിയും ഉണ്ട്. അതായത് അയാൾ തന്നെ 2 പ്രാവശ്യം അയാളുടെ എഫിഷ്യൻസി വരികയാണ്, മറ്റാൾ 2 പ്രാവശ്യം വർക്ക് ചെയ്തൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിൽ ചോദ്യത്തിൽ എന്താണുള്ളത്, നമുക്ക് എന്താ വേണ്ടത്, എയും ബിയും സിയും എത്ര ദിവസം കൊണ്ട് ചെയ്യും, ഇതാ വേണ്ടത്. അപ്പോൾ 2 പ്രാവശ്യം എ വന്നിട്ടുണ്ട്, അത് എ 2 പ്രാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം ഒരു പ്രാവശ്യത്തിലേ ഉള്ളൂ, എയും ബിയും സിയും കൂടി എത്ര വരുന്നുള്ളത്. അപ്പോൾ 2 എയും 2 ബിയും 2 സിയും ചേരുമ്പോഴാണ് എത്ര വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. എയും ബിയും 5 ദിവസം കൊണ്ടല്ലേ, ബിയും സിയും 4 ദിവസം, ഒരു ദിവസം 4 എന്നാ പറഞ്ഞത്. സിയും എയും ഒരു ദിവസം 3, നമ്മൾ 1 ഡേ വർക്കാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, 12, 15, 20 LCM അറിവ് കിട്ടി. എയും ബിയും കൂടി 5 റൂമിൻ്റെ പെയിൻറ്റിങ് തീർത്തു. ബിയും സിയും കൂടി ഒരു ദിവസം 4 റൂമിൻ്റെ, സിയും എയും ഒരു ദിവസം 3 റൂമിൻ്റെ. അപ്പോൾ 2 എയും 2 ബിയും 2 സിയും കൂടി ചേരുമ്പോൾ 5, 4, 9, 3, 12 വരും. അപ്പോൾ നമുക്ക് 2 എയും 2 ബിയും 2 സിയും 12 കിട്ടിയാൽ എ ബി സി എങ്ങനെയാണ് പിടിക്കുന്നത് ആലോചിച്ച് നോക്കി. 2 എ 2 ബി 2 സി ആണ് എ ബി സി എന്ന് പറയുന്നത്. ഇതിൻ്റെ പകുതിയേ വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ എടുക്കേണ്ട കാര്യത്രേ ഉള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. എയും ബിയും ബിയും സിയും സിയും എയും, അല്ലെങ്കിൽ പിയും ക്യൂവും ക്യൂവും ആറും അല്ലേ, ആറും പി, ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി എടുത്ത് വയ്ക്കുക. അതാണ് ടെക്നിക്ക്. രാജു, അരുൺ അല്ലേ, അരുൺ വിപിൻ ഇങ്ങനെ വരുന്നതൊക്കെ ഇതിൻ്റെ പകുതി, ഒരു ദിവസം എത്രയാണോ ചെയ്യുന്നത് അതിൻ്റെ പകുതി ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഞാൻ 2 പ്രാവശ്യം എഫേർട്ട് എടുത്തു, ബി 2 പ്രാവശ്യം എഫേർട്ട് എടുത്തു, സിയും ഇതേപോലെ 2 times ആണ്. 12 ആണെങ്കിൽ എയും ബിയും സിയും കൂടി അതിന് നേർ പകുതിയാണ് വരിക. അത് മാത്സിലെ ഫോർമാറ്റ് അനുസരിച്ച് ഇതൊക്കെ എടുത്ത് ഡിവൈഡ് ചെയ്യുകയൊക്കെ വേണം. അപ്പം അതിൻ്റെ പകുതി എടുക്കാനായിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ എയും ബിയും സിയും ഒരു ദിവസം എന്ത് പറയുന്നു, 6 റൂം പെയിൻ്റ് അടിക്കും. എയും ബിയും സിയും ഒരു ദിവസം 6 റൂം പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 60 റൂം തീർക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, 6 ഇൻറ്റു എത്ര, 60, 6 ഇൻറ്റു 10 ആണ് ആൻസർ വരും. അപ്പോൾ ഒന്നുകൂടി പറയാം, എയും ബിയും 12, ബിയും സിയും 15, സിയും എയും LCM 60 എടുത്തു. 1 ഡേ വർക്ക് എടുത്തു 5, 4, 3. ഈ 5, 4, 3 കൂടി പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം. എന്തുകൊണ്ടാണ്, ഇതിൽ 2 എ ഉണ്ട്, 2 ബി ഉണ്ട്, 2 സി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം എയും ബിയും സിയും കൂടി 6, ഈ 6 അവിടുന്ന് കിട്ടി 12ൻ്റെ പകുതി. 6 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 60, 10 ദിവസം കൊണ്ട് 60. ഇതേ പാറ്റേണിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. റിഷാനും റിബിനും ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്യും. അപ്പം റിഷാനും റിബിനും ഒരു ദിവസം അല്ലേ, ഒരു ജോലി എന്നാ പറഞ്ഞല്ലേ, ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാമല്ലോ. ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്യും. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, റിബിനും റിയാസും. റിബിനുണ്ട്, റിയാസ് ഉണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുക ഇവിടെ, 12 ദിവസം കൊണ്ട് ക്വസ്റ്റ്യൻ കാണാമല്ലോ. പിന്നെ റിയാസും റിഷാൻ, റിയാസ് റിഷാൻ എത്ര ദിവസം കൊണ്ട് അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്, 18 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ LCM എടുത്തു വെച്ചു 18 ആണോ LCM, 18ൻ്റെ ഇരട്ടി 36 എടുത്തു വെച്ചു. നമ്മളിവിടെ 9, 4, 12, 3, 18, 2 പെട്ടെന്ന് സ്പീഡിൽ എടുത്തു വെച്ചു. എല്ലാം കൂടി കൂട്ടിയിട്ട് 4, 3, 7, 2, 9 വന്നു. ശരിക്കും 9 ആണോ എടുക്കേണ്ടത്, അല്ല, 9ൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് 9ൻ്റെ പകുതി എടുക്കാൻ കാരണം, 2 റിഷാനുണ്ട്, 2 റിബിൻ, 2 റിയാസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ സാധാരണ എന്ത് ചെയ്യായിരുന്നു, ഇവിടെ 4, 3, 7, 2, 9 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 36 എടുക്കുകയായിരുന്നു. തെറ്റാണ്. ഇതിൽ 2 റിഷാനും 2 റിബിനും 2 റിയാസും ഇല്ലേ. അപ്പം ശരിക്കും ഒരു ദിവസം എത്ര ചെയ്യാം, 9ൻ്റെ പകുതി ആയിട്ടുള്ള 4.5 ജോലിയെ ഒരു ദിവസം കൊണ്ട് ചെയ്യുള്ളൂ. 9 ജോലി ചെയ്യുമോ, ഇല്ല, 9ൻ്റെ പകുതി 4.5 ചെയ്യുള്ളൂ. ഇനി 4.5 എത്ര ഗുണിച്ചാൽ 36 ആവും, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 4.5ക്ക് പകരം നമുക്ക് എന്ത് ഇട്ട് വെക്കാം, 9/2 ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, കുറച്ചുകൂടി എളുപ്പമാണ്. 9/2 ഇട്ട് വെക്കാം. 9/2 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് 36. അപ്പോൾ എന്ത് വരും, 2 അങ്ങോട്ട് ഗുണിക്കുക, 36 ഇൻറ്റു 2 ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടണം കേട്ടോ. 36 ഇൻറ്റു 2/9, 9, 4, 4, 2, 8 ആണ് ആൻസർ. 8 ദിവസം കൊണ്ട് ജോലി തീരും. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹരി ഒരു ജോലി 30 ദിവസം കൊണ്ടും ഹരീഷ് അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. ഹരി 12 ദിവസം ചെയ്ത ശേഷം മതിയാക്കിയ ജോലി ഹരീഷ് ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യമുള്ളത്. അതായത് ഇതിൽ നമുക്ക് ചോദ്യത്തിൽ നമ്മളെന്താണ്, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാകേണ്ടതാണ്, ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ ആദ്യം അതോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്.
അപ്പോൾ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് ഒറ്റ പ്രാവശ്യം കൂടി വായിച്ചു നോക്കുക. ഹരി ഒരു ജോലി 30 ദിവസം കൊണ്ടും ഹരീഷ് അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യും. അതൊക്കെ ഓക്കെയാണ്. ഹരി 12 ദിവസം ചെയ്ത ശേഷം മതിയാക്കിയ ജോലി എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യം ഒരാൾ വന്നിട്ട് ജോലി മതിയാക്കി പോയതിന് ശേഷമാണ് ഹരീഷ് വരുന്നത്. ഹരീഷ് ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോലികൾ ഹരീഷ് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചത്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് 2 രീതിയിൽ തന്നെ വരാം. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് നിർത്തി പോകണമെന്നുണ്ടാവും. അപ്പോൾ ആദ്യം ഈ പാറ്റേൺ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് തൊട്ടടുത്ത പാറ്റേണിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലൊക്കെ പോകുന്നതിന് മുന്നേ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ കണ്ട് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താണ്, LCM മെത്തേഡാണ്. ഈ മെത്തേഡ് മനസ്സിലാവണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പാർട്ട് 1 പാർട്ട് 2 താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്ത് നോക്കുക. എന്തായാലും ഹരി നമുക്ക് എടുത്തു നോക്കാം. ഹരിയുടെ കേസ് നമുക്ക് എടുത്തു നോക്കാം. ഹരി എന്താണുള്ളത്, 30 ദിവസം നമ്മൾ പറഞ്ഞു. 30 ഹരീഷ് ഉണ്ട് കേട്ടോ. ഹരീഷ് എത്ര ദിവസം കൊണ്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഹരീഷ് അതേ ജോലി 15 ദിവസം കൊണ്ട്. നമ്മൾ LCM എടുത്തു വെച്ചു. 30 15ൻ്റെ LCM 30 എടുത്തു വെച്ചു. ഒരു ദിവസത്തെ വർക്ക്, 1 ഡേ വർക്ക് നമ്മൾ എടുത്തു വെച്ചു. 30 × 1 30, 15 × 2 30. ഇതൊക്കെ എങ്ങനെ വന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാണ്. പാർട്ട് 1 പാർട്ട് 2 നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. കാരണം ഇത് മനസ്സിലാവാതെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാമിൽ തരുമേ ചെയ്യുള്ളൂ. ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണണമെങ്കിൽ ഇത് നമ്മൾ പാർട്ട് 1 കണ്ടേ പറ്റുള്ളൂ. 1 2 ചെയ്ത് വെച്ചു, നമ്മൾ പ്ലസ് ചെയ്ത് വെച്ചു. പ്ലസ് ചെയ്യണോ വേണ്ടേ? സ്ഥിരം നമ്മൾ എപ്പോഴും പ്ലസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇവിടെ പ്ലസ് ചെയ്യണോ വേണ്ടേ? എപ്പോൾ പ്ലസ് ചെയ്യണം? കാരണം എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ചെയ്ത് സ്പീഡിൽ ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ പ്ലസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദ്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പ്ലസ് ചെയ്താൽ മതി. ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ തുടക്കത്തിൽ? ഇല്ല. ആദ്യം ഒരാൾ വന്നു, നിർത്തിപ്പോയതിന് ശേഷമാണ് മറ്റേ ആൾ പോകുന്നത്. ആദ്യം ആരാ വന്നതെന്ന് വായിച്ചു നോക്കി. ഹരി 12 ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഹരി 12 ദിവസം വന്നു. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ആകെ ജോലി LCM. ഇവരൊക്കെ പെയിൻറ് പണിക്കാരാണ്, പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാരാണ്. ആകെ റൂം 30ആണ്. ഒരാൾ 30 റൂം 30 ദിവസം കൊണ്ട് പെയിൻറ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഹരി ഒരു റൂമല്ലേ പെയിൻറ് അടിക്കുള്ളൂ. ഹരീഷ് 15 ദിവസം കൊണ്ട് 30 റൂം പെയിൻറ് അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 2 റൂം. അപ്പോൾ ആരാണ് 12 ദിവസം വന്ന് പെയിൻറ് അടിച്ചത്? റൂം പെയിൻറ്റിങ് പണിക്ക് ആദ്യം വന്നു, ഹരി വന്നു. 12 ദിവസം കൊണ്ട് ശരിക്കും 12 റൂം കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആദ്യം വരുന്ന ആള് ഹരിയാണ്. ഹരി വന്നു, 12 റൂം പെയിൻറ് അടിച്ചു പോയി. അപ്പോൾ ഈ 30 പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ട് 12 കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര റൂം ബാക്കി അവിടെ ഉണ്ടാവും? 30 റൂമിൽ 12 റൂമിൻ്റെ പെയിൻറ് വർക്ക് അല്ലെങ്കിൽ റൂമിൻ്റെ വർക്ക് ഹരി ചെയ്ത് തീർത്തതിന് ശേഷം ആണ് ബാക്കിയുള്ള ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് ബാക്കി ഉണ്ടാവും? 30ൽ 12 പോയി കഴിഞ്ഞാൽ ബാക്കി 18 അല്ലേ? ശരിയാണല്ലോ. 18 2 20, 10 30. ബാക്കി 18 ജോലികൾ ആര് ചെയ്യുമെന്നാണ് ചോദ്യം. അപ്പോൾ അതുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആദ്യം വരുന്നത് ഹരി ഒരു ദിവസം കൊണ്ട് 1 റൂമാണ്, ഹരീഷ് ഒരു ദിവസം കൊണ്ട് 2 റൂമാണ്. ആദ്യം വന്ന് ജോലിക്ക് കയറിയ ആൾ ആരാണ്? ആദ്യം വന്ന് ജോലിക്ക് കയറിയത് ഹരിയാണ്. ഈ ഹരി ഒരു ദിവസം കൊണ്ട് 1 റൂം പെയിൻറ് അടിക്കുന്ന ഹരിക്ക് 12 ദിവസം കൊണ്ട് 12 റൂമിൻ്റെ പെയിൻറ്റിങ് തീർക്കാം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളവിടെ ഒരു നാട്ടിലൊരു ബിൽഡിംഗ് ഉണ്ട്. പണിക്ക് പെയിൻറ് അടിപ്പിക്കാൻ വേണ്ടി 2 ആളെ ഏൽപ്പിച്ചു, ഹരിയും ഹരീഷും. അപ്പോൾ ആദ്യം നേരത്തെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഹരി ഇങ്ങനെ രാവിലെ എന്നും വരുന്നുണ്ട്. 12 ദിവസം വന്നു, പെയിൻറ് ചെയ്തു, 12 റൂം കഴിച്ചു പോയി കഴിഞ്ഞു. നിങ്ങളാണ് മേസ്ത്രി, നിങ്ങളത് നോക്കണ ആൾ. നിങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ വിചാരിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി 12 കഴിഞ്ഞാൽ ബാക്കി 18 റൂമല്ലേ ഉള്ളൂ. ഈ 18 ആരൊറ്റയ്ക്ക് ചെയ്യണം? ബാക്കിയുള്ള ഹരീഷ് ഒറ്റയ്ക്ക് ചെയ്യണം. ഇനി നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കി. ഹരീഷിന് ശരിക്കും കുറച്ച് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ഒരു ദിവസം 2 റൂം പെയിൻറ് അടിക്കും. ഒരു ദിവസം 2 റൂം ചെയ്യുന്ന ആള് എത്ര ദിവസം കൊണ്ടാണ് ബാക്കിയുള്ള 18 തീർക്കുക ആണ് ചോദ്യം. ബാക്കിയുള്ളത് എപ്പോൾ തീർക്കുന്നതാണ് ചോദ്യം. ബാക്കിയുള്ളത് തീർക്കണമെങ്കിൽ 18 റൂമിൻ്റെ പെയിൻറ്റിങ് അവിടെ അല്ലേ ബാക്കി കിടക്കുന്നുണ്ട്. ഒരു ദിവസം 2 ചെയ്യണ ആള്, 2 ചെയ്യണ ഹരീഷ് എത്ര ദിവസം കൊണ്ട് 18 ആവും? അതാണ് ക്വസ്റ്റ്യനിലെ ചോദ്യം. എത്ര ദിവസം കൊണ്ട് 18 ആവും നോക്കി. 2 എത്ര കുടിച്ചാൽ 18 ആവും? 9. ആൻസർ 9. 9 വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ ബാക്കിലേക്ക് പോകാം. പിന്നെയും കണ്ടു നോക്കിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 1 ഡേ വർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ട് പ്ലസ് ചെയ്യണില്ല? നമ്മൾ പ്ലസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇവർ ഒരു സമയത്ത് പോലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഒരുമിച്ച് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രം പ്ലസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എന്തായാലും അതിലെന്താണ് മാറ്റം എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് വിചാരിക്കുന്നുണ്ട്. രാജു ഒരു ജോലി 10 ദിവസം കൊണ്ടും, രാജു നമ്മൾ എഴുതി 10 ദിവസം കൊണ്ടും, അരുൺ 20 ദിവസം കൊണ്ടും, അരുൺ 20 ദിവസം കൊണ്ടും ചെയ്യും. ഇനി എന്താ പറഞ്ഞത്? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അരുൺ 8 ദിവസം ജോലി ചെയ്ത് മതിയാക്കിയിട്ടാണ് ബാക്കി മതിയാക്കിയ ജോലി രാജു എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1 ഡേ വർക്ക് എടുക്കുന്നതിന് മുന്നേ LCM 20 എങ്ങനെ കിട്ടി, LCM വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. ഏറ്റവും മുന്നിലുണ്ടായിരുന്ന വീഡിയോ. പിന്നെ അടുത്തത് നമുക്ക് 1 ഡേ വർക്ക് എടുത്ത് നോക്കാമല്ലോ. 10 ദിവസം കൊണ്ട് 20 ചെയ്യുന്ന ആൾ ഒരു ദിവസം 2 ഗുണിച്ചാൽ മതി. 10 2 20, 20 1 20, 1 അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ പ്ലസ് ചെയ്യുന്നില്ല. 8 ദിവസം ആരോ ഒരാൾ വന്ന് ജോലി ചെയ്തു. ആരാ ജോലി ചെയ്ത്? അരുൺ 8 ദിവസം വന്നു. നോക്കി, അരുൺ 8 ദിവസം വന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നല്ലേ അരുൺ ചെയ്യുക, ഒരു റൂമാണ് ചെയ്യുക. 8 ദിവസം കൊണ്ട് 8 റൂമായല്ലോ, 8 റൂം കഴിഞ്ഞു. 20-ൽ നിന്ന് 8 റൂം പെയിൻറ് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളാണ് അടുത്ത വീട്ടിലെ പണിക്കും നിങ്ങളെന്താണ് കോൺട്രാക്ട് എടുത്തത്. നിങ്ങൾ 2 പണിക്കാരെ വിളിച്ചു, അല്ലേ, രാജു അരുണിനെ വിളിച്ചു. ഇതിൽ രാജു 2 ദിവസം, ഒരു ദിവസം 2 വർക്ക് പെയിൻറ് ചെയ്യും. കാരണം എന്താണ്? 10 ദിവസം കൊണ്ട് 20 ചെയ്യണ പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. എഫിഷ്യൻസി കൂടുതലാണ്, 2 റൂം പെയിൻറ് അടിക്കും. അരുൺ 1 റൂമേ പെയിൻറ് അടിക്കുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെ അരുണിനെ ആദ്യം വിളിച്ചു. അപ്പോൾ രാജു പറഞ്ഞു, ഞാൻ വരില്ല, നീ ആദ്യം 8 ദിവസം ചെയ്ത് വർക്ക് ചെയ്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു രീതിയിൽ അവർ ടേംസിലെത്തി. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആദ്യം അരുൺ വന്നു, 8 ദിവസം ജോലി ചെയ്തു മതിയാക്കി. 20-ൽ 8 പോയാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ബാക്കി അവിടെ 12 ജോലിയാണ് ബാക്കിയുള്ളത്, അല്ലേ? ബാക്കി 12 ജോലി ഉള്ളത് ആരൊറ്റയ്ക്ക് ചെയ്യണം? രാജു ഒറ്റയ്ക്ക് ചെയ്യണം. രാജു ആണെങ്കിൽ ബാക്കി എത്രയുള്ളത്? 18 ആണോ 12 ആണോ? ബാക്കി 20-ൽ 8 പോയാൽ 12. ഈ 12 ആര് ചെയ്യണം? രാജു. ഒരു ദിവസം 2 റൂം പെയിൻറ് ചെയ്യണ രാജു എത്ര ദിവസം കൊണ്ട് ഈ 12 ആക്കും? ഒരു ദിവസം 2 ചെയ്യണ ആ രാജു എത്ര ദിവസം കൊണ്ട് 12 ചെയ്യുമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ ഈസി ആയല്ലോ. അപ്പോൾ ആൻസർ വളരെ സിമ്പിളാണ്, 6 വരിക. കാരണം എന്തുകൊണ്ടാണ്? ആദ്യം ആര് വരുന്നു? ഒരുമിച്ച് വരുന്നില്ലല്ലോ, ഓണ്ടാ പ്ലസ് ചെയ്യാത്തത്. ആദ്യം ആരാ വന്നത്? രാജു 10 ദിവസം, 20 ദിവസം LCM 20, 10 2 20, 20 1 20 ഒക്കെ കറക്റ്റാണ്. ആദ്യം അരുൺ 8 ദിവസം വന്നു. നോക്കി, അരുൺ 8 ദിവസം വന്നപ്പോൾ 8 തീർത്തു. ബാക്കി 20 റൂമിൽ 8 റൂം കഴിഞ്ഞു, 12 റൂമുണ്ട്. ഈ 12 റൂമാണ് ബാക്കി കിടക്കുന്നത്. 12 റൂമിൽ നമ്മളെ രാജു 2 റൂമല്ലേ ഒരു ദിവസം പെയിൻറ് ചെയ്യുക. എത്ര ദിവസം കൊണ്ട് ഈ 12 തീർക്കും? ബാക്കിയുള്ള 12 2 × 6, ആൻസർ എന്തായി? 6 വന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് എന്താ ഉള്ളത്, ഇനിയും ചെയ്യാനുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 2 പേരുണ്ട്. ഈ 2 പേര് വളരെ ഫേമസ് ആയിട്ടുള്ള 2 പേരാണ്. നമുക്ക് ആരൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. വിക്രമൻ ഒരു ജോലി 20 ദിവസം കൊണ്ടും മുത്തു അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ ഒരുമിച്ച് ജോലി തുടങ്ങി 10 ദിവസത്തിന് ശേഷം വിക്രമൻ ജോലി നിർത്തി. ബാക്കി ജോലികൾ മുത്തു എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതായത് നമുക്ക് ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള 2 ആളുകളാണ്. ആ സത്യത്തിൽ നമ്മുടെ വിക്രമൻ ഉണ്ട്. വിക്രമനും മുത്തുമൊക്കെ നമുക്ക് സ്ഥിരം പല ജോലികൾ ചെയ്യുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ വിക്രമൻ 20 ദിവസം കൊണ്ടും മറ്റേ 30 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആര് വന്നു? നമ്മുടെ കുട്ടൂസം വന്നിട്ട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് എന്താണ്, വിക്രമനോട് പറഞ്ഞു, നീ പോയിക്കോ, ബാക്കി അവൻ ഒറ്റയ്ക്ക് നോക്കിയോളൂ, നിന്നെ കൊണ്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? കുറച്ച് ദിവസത്തിന് ശേഷം, എത്ര ദിവസത്തിന് ശേഷമാണ്? 10 ദിവസത്തിന് ശേഷം വിക്രമൻ കുട്ടൂസിൻ്റെ കൂടെ പോയി. ബാക്കി ആര് ചെയ്യും? മുത്തു ചെയ്യും. അപ്പോൾ എത്ര വരും? ഇതൊരു കണക്റ്റഡ് ആണ്. ഞാനിത് പറഞ്ഞത് പേരൊക്കെ എന്തും ആവാം. ഇതൊന്നും ഒരു കാര്യമില്ല. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യും, ബി ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യും. ഇതൊരു അല്ലേ, ഒരു അട്രാക്ഷൻ ഇടാൻ വേണ്ടി കൊടുത്ത പേര് മാത്രമാണ്. എ ഒരു ജോലി 20, ബി ഒരു ജോലി 30 ദിവസം കൊണ്ട്. ഇവർ ഒരുമിച്ച് ജോലി തുടങ്ങി 10 ദിവസത്തിന് ശേഷം എ വിട്ടു നിന്നു. ബാക്കി ജോലികൾ ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും? സോ അല്ലേ, നമുക്ക് തമാശയൊക്കെ തമാശയാണ്, പക്ഷെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 20 30ൻ്റെ LCM 60ആണ്. 1 ഡേ വർക്ക് ഒരു ദിവസത്തെ നോക്കാം നമുക്ക്. 20 3 60, 30 2 60. ഇത് തീർച്ചയായിട്ടും പ്ലസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇവർ ജോലി തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇവർ ജോലി തുടങ്ങിയിട്ട് 10
10 ദിവസത്തിന് ശേഷമാണ്. 10 ദിവസത്തിന് ശേഷം. അപ്പോൾ ശരിക്കും ഒരു ദിവസം 5 ആണെങ്കിൽ അല്ല ചോദിക്കുക, ഒരു ദിവസം 5 അല്ലേ, 3, 2, 5 റൂമിൻ്റെ പെയിൻറ് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് എത്ര റൂമിൻ്റെ പെയിൻറ്റിങ് കഴിയും അല്ലേ? അദ്ദേഹത്തിൻ്റെ കുട്ടൂസിൻ്റെ റൂം നമ്മളെ ബിൽഡിംഗ് പെയിൻ്റ് അടിക്കുകയാണ് ഇവരെല്ലാം കൂടി. ഒരു ദിവസം 5 റൂമിൻ്റെ പെയിൻറ്റിങ് ആണെങ്കിൽ 10 ദിവസം കൊണ്ട് ശരിക്കും 50 കഴിയില്ലേ? 60-ൽ 50 കഴിഞ്ഞു. ഒരു രണ്ടാം കൂടി വർക്ക് ചെയ്തിട്ടാണ് 10 ദിവസം കൊണ്ടാണ്. 20, 30 LCM 60, 20, 3, 60, 30, 2, 60. ഒരു ദിവസം 5 ആണെങ്കിൽ 10 ദിവസം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തു 50. 10 ദിവസം 50 ആണെങ്കിൽ ബാക്കി എത്രയുള്ളത്? 60-ൽ 50 റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞാൽ ബാക്കി 10 റൂമുണ്ട്. ആരൊറ്റയ്ക്ക് ചെയ്യണം? വിക്രമൻ പോയാൽ പിന്നെ മുത്തു മാത്രമല്ലേ ഉള്ളൂ അവിടെ. ഈ മുത്തുവിൻ്റെ പ്രത്യേകത 2 എണ്ണേ ഒരു ദിവസം ചെയ്യുള്ളൂ. 2 റൂം ഒരു ദിവസം ചെയ്യുന്ന ആൾ എത്ര ദിവസം കൊണ്ട് ഈ 10 റൂം ചെയ്യും? നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജോലി നിർത്തി ബാക്കി ജോലികൾ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ബാക്കി ജോലികൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മാറ്റാം. ക്വസ്റ്റ്യൻ്റെ എന്താണ് ചേഞ്ച് എന്ന് മനസ്സിലാക്കാം. ഈ ബാക്കി ജോലികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് 10 അല്ലേ ബാക്കി കിടക്കേണ്ടത്. ഇത് ഈ ഒരു മുത്തു എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ചോദിച്ചു. ഈ ബാക്കിയുള്ള 10 എത്ര ദിവസം കൊണ്ട് ഇയാൾ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ 2 എത്ര കുടിച്ചാൽ 10 ആവും? 5. 5 ദിവസം എന്ന് പറയുന്ന ഉത്തരം എന്തിനുള്ള ഉത്തരമാണ്? ബാക്കിയുള്ള ജോലി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 5 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ജോലി ഇയാൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ളത് വരുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ഈ അവസാനം ചെയ്യുന്ന ദിവസം മാത്രം എടുത്താൽ മതി. മേ ബി ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുക? ബാക്കി എന്നുള്ളതിന് പകരം ആ ജോലി ആകെ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്ന് ചോദിക്കും. ആ ജോലി ആകെ എത്ര ദിവസം കൊണ്ട് ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ആകെ ടോട്ടൽ ഡേയ്സ് എടുക്കണമെങ്കിൽ ആദ്യമുള്ള 10 ദിവസം കൂടി ചേർക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആകെയുള്ള 10ഉം ഈ അവസാനത്തെ 5ഉം കൂടി ചേർത്തെടുക്കുക. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ മാത്രമേ വരുള്ളൂ. മിക്കവാറും ബാക്കിയുള്ള ജോലിയാണ് PSCയുടെ പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ ദിവസം എന്താ വരിക? ആദ്യം ഇവർ ഒരുമിച്ച് ദിവസം 10 ദിവസം കൊണ്ട് ചെയ്യില്ലേ? ഒരുമിച്ച് 10 ദിവസവും ബാക്കി 5ഉം 10, 5, 15 അങ്ങനെയും എക്സാമിന് ചോദ്യങ്ങൾ വരാം. ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാം. A ഒരു ജോലി 25 ദിവസം കൊണ്ട് A 25 എഴുതി വെച്ചു. അടുത്തത് B എന്താണ്? B 20 എഴുതി വെച്ചു. LCM അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടി? 100 എഴുതി വെച്ചു. LCM കാണാൻ അറിയാം. 25ൻ്റെ ഇരട്ടി 50, 50ൻ്റെ ഇരട്ടി 100. പിന്നെ നമ്മൾ എന്ത് എഴുതി വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ LCM കഴിഞ്ഞാൽ 1 ഡേ വർക്കല്ലേ? 25, 4, 100, 25, 100. ഒരുമിച്ച് ജോലി ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കിയാൽ ഒരുമിച്ച് എന്നുള്ള വേർഡ് കണ്ടപ്പോൾ തന്നെ പ്ലസ് ചെയ്തു. 5ഉം 4ഉം ഒരുമിച്ച് ഒരു ദിവസം കൊണ്ട് 9 റൂമാണ്. ഒരു ദിവസം കൊണ്ട് 9 റൂം പെയിൻറ് ചെയ്തു വരും. ഇതുവരെ നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 9 ആണെങ്കിൽ 10 ദിവസം കൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്തല്ലേ? 9 × 10 എത്ര റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും? 90 റൂം കഴിഞ്ഞാൽ ബാക്കി 10 റൂമുള്ളത്. അപ്പോൾ എത്ര ദിവസത്തിന് ശേഷം ഇതൊക്കെ നടക്കുന്നത്? 10 ദിവസത്തിന് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആകെ എത്ര ദിവസം കൊണ്ട് ജോലി തീരും എന്ന് ചോദിച്ചാൽ 10+ ആണ് എപ്പോഴും ആൻസർ വരിക. 10+. എന്തുകൊണ്ടാണ്? ആദ്യത്തെ 10 പിന്നെ എത്ര ദിവസം വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ബാക്കി ആര് പോയി? A വിട്ടതെന്നാണ് പറഞ്ഞത്. A ഉപേക്ഷിച്ച് പോയി. ബാക്കി ബിക്ക് ശരിക്കും തീർക്കാനുള്ള എത്രയുള്ളത്? 10. ഈ ബിക്ക് തീർക്കാനുള്ള 10 എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? ആലോചിച്ച് നോക്കി. എങ്ങനെ കണ്ടുപിടിക്കും? ബി ശരിക്കും ഒരു ദിവസം കൊണ്ട് 5 ചെയ്യുള്ളൂ. ഒരു ദിവസം കൊണ്ട് 5 ചെയ്യുന്ന ആൾ എത്ര ദിവസം കൊണ്ട് 10 ആവും? ഒരു ദിവസം കൊണ്ട് 5 റൂം പെയിൻറ് ചെയ്യുന്ന ആൾ എത്ര ദിവസം കൊണ്ട് 10 ആവും? 2. അപ്പോൾ ഒരുമിച്ച് 10ഉം ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ്? ഒരുമിച്ച് 10ഉം ബി ഒറ്റയ്ക്ക് 2 ദിവസം കൊണ്ടും. അപ്പോൾ എത്രയായി? 10ഉം 2ഉം ആകെ 12. പോയിന്റ് ഈസി അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം. A 25ഉം B 20ഉം ആണ്. LCM 100. അത് തർക്കമൊന്നുമില്ല. ഒരു ദിവസം 4 റൂം, മറ്റേ 5 റൂം. 4, 5, 9 റൂം 10 ദിവസം കൊണ്ട് പെയിൻ്റ് അടിച്ചാൽ 90 റൂമായല്ലോ 10 ദിവസം കൊണ്ട്. പിന്നെ ബാക്കി 90-ൽ ബാക്കി 10 റൂമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളൂ 90 റൂം. 100-ൽ 90 റൂം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി 10 റൂം. ഈ 10 റൂം ആര് പെയിൻ്റ് അടിക്കണം? B ഒറ്റയ്ക്കാണ്. B ശരിക്കും ഒരു ദിവസം 5 റൂം അടിക്കുന്ന ആളാണ്. ശരിക്കും അത് ആലോചിച്ചാൽ തന്നെ മതി. 5 റൂം പെയിൻ്റ് അടിക്കുന്ന ആൾക്ക് 2 ദിവസം കൊണ്ട് ഈ ബാക്കിയുള്ള 10 തീർക്കാം. അതാണ് ഈ 10+2 12 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം.
എ ഒരു ജോലി 24 ദിവസം കൊണ്ട്, 24 എഴുതി വെച്ചു, 24. ബി എത്രയുള്ളത്? ബി 18 ദിവസം കൊണ്ട്. LCM എടുത്തു 24 48. പറ്റുമോ? 18 പറ്റില്ല. 72 ആവില്ല, 72. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 24 4ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം 24 ഇരട്ടി 48 പോകില്ല. 24 3 ഇരട്ടി 72 18 പോവോ? 18 × 4 72ആണ്. 40 32 72. 18 × 4 ആണ് 72. 22 അല്ലേ? 24 × 3 1 ഡേ അപ്പം തന്നെ കിട്ടി. ഈ 3 4 7, ഒരു ദിവസം 7 ആണ് കേട്ടോ. കാരണം ഒരുമിച്ച് നോക്കി, ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു, ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. ശരിക്കും ഒരു ദിവസം 7 ആണെങ്കിൽ ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു കേട്ടോ. 7 4 28 കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? അതായത് 72 റൂം അവിടെ പെയിൻറ് ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. ബാക്കിയിൽ ആകെ ഒരു ദിവസം 3 മറ്റേ 4 ആണെങ്കിൽ 7 അല്ലേ? 4 ദിവസം കൊണ്ട് 7 4 28 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 8 4 32 32 40 44 അല്ലേ ഉള്ളത്? 40 20 60 68 72 44 ബാക്കിയുണ്ട്. ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കി, ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഈ 44 ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട്? ശരിക്കും ബി ഒറ്റയ്ക്ക് ഒരു ദിവസം എത്ര ചെയ്യും? ബി ഒറ്റയ്ക്ക് ഒരു ദിവസം 4 അല്ലേ ചെയ്യുക? ഒരു ദിവസം 4 ചെയ്യണ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് 44 ചെയ്യും? ഒരു ദിവസം 4 ചെയ്യണ ബി 11 ദിവസം കൊണ്ടാണ് ഈ 44 ചെയ്യുക. നോക്കിയേ, ഒരു ദിവസം 4 ചെയ്യണ ബി എത്ര ദിവസം കൊണ്ട്? 44 11 ദിവസം കൊണ്ട്. ആൻസർ വളരെ സിമ്പിളായി. ബി ഒറ്റയ്ക്ക് 11 ആണ്. ആകെ ദിവസം എത്ര വന്നിട്ടുണ്ടാവും? ആകെ ദിവസം 11ഉം ഈ 4ഉം 15. ഉത്തരം ഇതിൽ 11 ആണ്. പക്ഷെ ചിലപ്പോൾ ആകെ എത്ര ദിവസം കൊണ്ട് ആക്കി കഴിഞ്ഞാൽ, ആകെ എത്ര ദിവസം കൊണ്ട് ആക്കിയാൽ ആൻസർ 14 15 ആണ് വരിക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് പോവുകയാണ് നമ്മൾ. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും, എ ഒരു ജോലി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതി വെക്കാൻ സ്ക്രീനിൽ ഞാൻ കാണിക്കാം. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു എന്നാ പറഞ്ഞാൽ. അപ്പോൾ LCM 60 എടുത്ത് വെച്ചു. 1 ഡേ ഒക്കെ നമ്മളെന്താണ് 2 3. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ തന്നെ എയും ബിയും ഒരുമിച്ച് ജോലി തുടങ്ങി എന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസത്തിന് ശേഷം എ ജോലി ഉപേക്ഷിച്ചു പോയി. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുമിച്ച് ജോലി തുടങ്ങിയിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം എ ഉപേക്ഷിച്ചു പോയി. ബാക്കി ജോലി 15 ദിവസം കൊണ്ട് ബി പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ജോലി 15 ദിവസം കൊണ്ട് ബി പൂർത്തിയാക്കി. അപ്പം എ പോയതിന് ശേഷമുള്ള കാര്യം നമുക്ക് ആദ്യം തന്നൂല്ലേ? നമ്മൾ സ്ഥിരം ചോദ്യം എന്തായിരുന്നു? ബാക്കി ജോലി ബി എപ്പോൾ പൂർത്തിയാക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പമായിരുന്നു. ഇത് കുറച്ച് റിവേഴ്സാണ്. എന്താണ്? ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ നാളുകളിൽ ആര് മാത്രം വർക്ക് ചെയ്തു? ബി മാത്രം വർക്ക് ചെയ്തു. എത്ര ദിവസം കൊണ്ടാണ്? അവസാനത്തെ നാളുകളിൽ 15 ദിവസം ബി വർക്ക് ചെയ്തു. അപ്പം ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം വർക്ക് ഇത്രത്തോളം ആണെങ്കിൽ ഈ അവസാനത്തെ നാളുകളിൽ ബി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. ശരിക്കും ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് എ വർക്ക് ചെയ്തത് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവർ ഈ ക്വസ്റ്റിൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തു. എപ്പോഴോ ഇത് കഴിഞ്ഞ് പിന്നെ ബി ഒറ്റയ്ക്കാണ്. ഇതല്ലേ സംഭവിച്ചത്? ശരിക്കും നമ്മൾ എല്ലാ ക്വസ്റ്റിലും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. ഇവിടെ എയും ബി ഒരുമിച്ച് വർക്ക് ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ബി ഒറ്റയ്ക്കായി. ശരിക്കും ഇവിടെ ബി ഒറ്റയ്ക്ക് എത്ര ജോലി ചെയ്തിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കി. 3 റൂം പെയിൻറ് ചെയ്യുന്ന ആൾ ഒറ്റയ്ക്ക് 15 ദിവസം വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 റൂം പെയിൻറ് ചെയ്യുന്ന ആൾ ഒറ്റയ്ക്ക് 15 ദിവസം വർക്ക് ചെയ്തു. അപ്പം 3 റൂം പെയിൻറ് ചെയ്യുന്ന ആൾ ഒറ്റയ്ക്ക് 15 ദിവസം വർക്ക് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ 45ഉം ചെയ്തത് ബി ആണ്. അതായത് ഈ 60ൽ 45ഉം ചെയ്തത് ബി ആണ്. അതിൽ തർക്കമുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എ 30 ബി 20 ആണെങ്കിൽ LCM 60 അല്ലേ? ഇവിടെ 2ഉം 3ഉം കൂടി പ്ലസ് ചെയ്യണോ? ഇപ്പം പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം നമുക്ക് പ്ലസ് എഴുതി വെക്കാം. കാരണം ഇവർ ഒരുമിച്ച് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം പ്ലസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അവസാനം 15 ദിവസം ബി ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ നാളുകൾ മാത്രം നമ്മളൊന്ന് കാൽക്കുലേറ്റ് നോക്കാം. അവസാനം ബി ഒറ്റയ്ക്ക് 3 റൂം വെച്ചിട്ട് 15 ദിവസം കൊണ്ട് 45 തീർത്തിട്ടുണ്ട് അവസാനത്തെ നാളുകളിൽ. നമുക്ക് എന്താ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ദിവസത്തിന് ശേഷമാണ് എ പോയത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇവർ ഒരുമിച്ച് എത്ര ദിവസം വർക്ക് ചെയ്തു, അതല്ലേ പോയിന്റ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. എ 30 ബി 20 60 LCM 2ഉം 3ഉം ആണുള്ളത്. ഈ 3 റൂം പെയിന്റ് അടിക്കുന്ന ബി എ അവസാനം 15 ദിവസം വർക്ക് ചെയ്തു. അവസാനം 15 ദിവസം വർക്ക് ചെയ്തപ്പോൾ അവസാനം 45 റൂം ബി ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. ബി ഒറ്റയ്ക്ക് 45 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, മൊത്തം 60 അല്ലേ? ഈ മൊത്തം 60ൽ 45ഉം ബി ഒറ്റയ്ക്കാണെങ്കിൽ ബാക്കി എത്രയാണ് വരിക?
അതായത് ഇത് മൊത്തമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 60. ഈ ബി ഒറ്റയ്ക്ക് 45 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും എയും ബിയും ചെയ്തിട്ടുണ്ടാവുക? എയും ബിയും കൂടി 15 റൂമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴല്ലേ നോക്കി 15 45 60 ആവുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എയും ബിയും കൂടി 15 റൂമിൻ്റെ പെയിൻറ്റിങ് തീർത്തിട്ടുണ്ട്. എയും ബിയും കൂടി 15 റൂമിൻ്റെ പെയിൻറ്റിങ് തീർത്തിട്ടുണ്ട്. അത് എത്ര ദിവസം കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എയും ബിയും കൂടി 15 റൂമിൻ്റെ പെയിൻറ്റിങ് തീർത്തിട്ടുണ്ട്. അത് എത്ര ദിവസം കൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ശരിക്കും എയും ബിയും കൂടി ഒരു ദിവസം 5 അല്ലേ ചെയ്യുക? ഒരു ദിവസം 5 അല്ലേ ചെയ്യുക? ഒരു ദിവസം 5 ചെയ്യണ എയും ബിയും എത്ര ദിവസം കൊണ്ട് 15 ചെയ്യുമെന്ന് ചോദിച്ചാൽ 3. അതായത് എയും ബിയും ഒരുമിച്ച് 3 ദിവസമാണ് വർക്ക് ചെയ്തത്. 3 ദിവസത്തിന് ശേഷം പോയി ഉത്തരം 3 ആണ്. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. ക്വസ്റ്റിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എയും ബിയും ഉണ്ട്, 2 30 20 ഉണ്ട്, 60 LCM. ഒരുമിച്ച് ആദ്യം വർക്ക് ചെയ്തു ഉണ്ട്. അതെത്രയാണെന്നാണ് ക്വസ്റ്റിനിലുള്ളത്. പക്ഷെ അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് അവസാനത്തെ 15. നിങ്ങൾ പോയിന്റ് കൂടി മനസ്സിലാക്കണം. അവസാനത്തെ 15 ജോലികൾ ആര് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ബി ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ ബി ഒറ്റയ്ക്ക് അവസാനത്തെ 15 ആണെങ്കിൽ 15 3 45 കഴിഞ്ഞാൽ ഈ എയും ബിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തിട്ടുണ്ടാവും? 45 കഴിഞ്ഞു. നോക്കിയേ, 3 15 45 റൂമിൻ്റെ പെയിൻറ്റിങ് തീർത്ത് കഴിഞ്ഞു. ബി അവസാനം. അപ്പോൾ ആദ്യ നാളുകളിൽ ബാക്കിയുള്ള 15 ഇവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുണ്ടാവുക. ശരിക്കും ഇവർ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ടാണ് ഈ ആദ്യത്തെ ചെയ്തതെന്നാണല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം വിട്ടുപോയ ദിവസമാണ് അറിയേണ്ടത്. അപ്പോൾ ഈ 5 ചെയ്യുന്ന ആൾക്കാർ എത്ര ദിവസം കൊണ്ട് 15 ആവും? 5 ചെയ്യുന്ന ആൾക്കാർ എത്ര ദിവസം കൊണ്ട് 15 ആവും ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസം ആണ് ആൻസർ വരും. ഈ പോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും പൂർത്തിയാക്കി. ഇവർ ഒരുമിച്ച് ജോലി തുടങ്ങി എന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തിന് ശേഷം ബി ഉപേക്ഷിച്ചു പോയി. ശേഷിച്ച 8 ദിവസം എ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. എങ്കിൽ ബി എത്ര ദിവസത്തിന് ശേഷമാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവർ ഒരുമിച്ച് തുടക്കത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുമിച്ച് എത്ര ദിവസം തുടക്കത്തിൽ വർക്ക് ചെയ്തു? നമുക്കിവിടെ എ ബി എടുത്തു, LCM 60 എടുത്തു. ഇവിടെ 4, ഇവിടെ 3 എടുത്തു. ഇവിടെ 4 3 എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 ഡേ വർക്കല്ല. ആരാണ് അവസാനം വർക്ക് ചെയ്തത് എന്നാണ് ചോദ്യം. 8 ദിവസം കൊണ്ട് എ ചെയ്ത് തീർത്തു. അവസാനത്തെ 8 എ ആണ്. നമുക്കിവിടെ അവസാനത്തെ 8 എ അല്ലേ? അപ്പോൾ അവസാനത്തെ നമുക്ക് ഫസ്റ്റിലേക്കാണ് പോകുന്നത്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനും സെയിം ആണ്. അവസാനത്തെ നമ്മൾ 8 എടുത്തു. ഇത് എ ഒറ്റയ്ക്ക് ചെയ്തതാണ് അവസാനത്തത്. അപ്പോൾ അവസാനത്തെ 8 4 32 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 60 32. ഇത് അവസാനത്തിന് ആദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 60 32 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 28 32 8 40 20 60. ഈ 28 ഇവർ ഒരുമിച്ചിട്ടല്ലേ ചെയ്തിട്ടുണ്ടാവുക? ആലോചിച്ച് നോക്കി. അങ്ങനെ 28 ഒരുമിച്ച് ചെയ്യുമ്പോഴല്ലേ ആര് വിട്ടു നിൽക്കുക? ബി വിട്ടു എന്നല്ലേ പറഞ്ഞത്? അതെ, ബി എത്ര ദിവസത്തിന് ശേഷമാണ് പോയത്. അപ്പോൾ ഇവർ ഒരുമിച്ച് എത്ര ദിവസം വർക്ക് ചെയ്തു അത് ചോദിച്ചാൽ മതി ശരിക്കും. പക്ഷെ അതിന് പകരമാണ് ഇങ്ങനെ ചോദിക്കുക. അപ്പം 4 3 7 7 ഇവർ ഒരുമിച്ച് ചെയ്യുക. എത്ര ദിവസം കൊണ്ട്? 28 ഒരുമിച്ച് ചെയ്തു എന്നാണ് ചോദിച്ചത്. 7 4 28.